بأمره والله لا يهدي القوم الفاسقين. صدق الله عز وجل. ثلاث من كن فيه وجد حلاوة الإيمان: أن يكون الله ورسوله أحب إليه مما سواهما، وأن يحب المرء لا يحبه إلا لله، وأن يكره أن يعود في الكفر كما يكره أن يقذف في النار. صدق حبيبنا محمد صلى الله عليه وسلم. തിരുത്ത നൂറ്റാണ്ടിനിടക്കൊരിക്കലിൽ മറുത്തറന്താമുലകത്തിലീശ്വരൻ നടന്നു പാന്തരായി വരുന്നവർക്കുത്തമാശ്രമത്തിനായി ഒരു വൃക്ഷത്തെ നടുന്നു. തിരുത്ത നൂറ്റാണ്ടിനിടക്കൊരിക്കലിൽ മറുപ്പറന്താമുലകത്തിലീശ്വരൻ നടന്നു പാന്തരായി വരുന്നവർക്കുത്തമാശ്രമത്തിനായി ഒരു വൃക്ഷത്തെ നടുന്നു. പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ്വര പവിത്രപുത്രനോ കരുണാവാൻ നബി മണിമുത്തുരത്നമോ महबूब की महफिल को महबूब सजाते हैं, आती है वही जिनको अल्लाह बुलाता है। दामन खड़ी चमन की उसे अति है जरा देखो, मुझे जैसे निकम्मे को कुमली में छुपाता है। जल्ल जलाले रब्बु रहीमे നിൻ മുമ്പിൽ എല്ലാ നേരവും നീട്ടിടുന്നു കൈകുമ്പിൽ. ജല്ല ജലാലേ റബ്ബു റഹീമേ നിൻ മുമ്പിൽ എല്ലാ നേരവും നീട്ടിടുന്നു കൈകുമ്പിൽ. ജഗന്നാഥനല്ലാഹ് ജയമരുളല്ലാഹ്, ഇല്ലായ്മയിൽ നിന്നും എല്ലാം തീർത്തവനല്ലാഹ്, ഇല്ലായ്മയിൽ നിന്നും എല്ലാം തീർത്തവനല്ലാഹ്. ജല്ല ജലാലെ റബ്ബ് റഹീമേ നിൻ മുമ്പിൽ എല്ലാ നേരവും നീട്ടിടുന്നു കൈകുമ്പിൽ. കണ്ണഞ്ചുന്ന ഈ ദുനിയാവിൽ മുങ്ങിപ്പൊങ്ങിപ്പോ കതിരുകളുള്ളവരെല്ലാം പതിരുകൾ വാരി കൂട്ടിപ്പോ. കണ്ണഞ്ചുന്ന ഈ ദുനിയാവിൽ മുങ്ങിപ്പൊങ്ങിപ്പോ കതിരുകളുള്ളവരെന്നും പതിരുകൾ വാരി കൂട്ടിപ്പോ. നിന്റെ കലാമിൻ വഴികൾ അറിയാതെ തെറ്റിപ്പോ. നിത്യവും നിന്റെ അടിമക്കായെന്നും മാപ്പിരവോതുകയായി മാപ്പിരവോതുകയായി. ജല്ല ജലാലെ റബ്ബ് റഹീമേ നിൻ മുമ്പിൽ എല്ലാ നേരവും നീട്ടിടുന്നു കൈകുമ്പിൽ. ജഗന്നാഥനല്ലാഹ് ജയമരുളല്ലാഹ്, ഇല്ലായ്മയിൽ നിന്നും എല്ലാം തീർത്തവനല്ലാഹ്, ഇല്ലായ്മയിൽ നിന്നും എല്ലാം തീർത്തവനല്ലാഹ്, ഇല്ലായ്മയിൽ നിന്നും എല്ലാം തീർത്തവനല്ലാഹ്. ഏറ്റവും സ്നേഹബഹുമാനങ്ങൾ നിറഞ്ഞ മഹല്ല് ജമാഅത്തിന്റെ പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ സാഹിബ്,
സെക്രട്ടറി ബഹുമാനപ്പെട്ട ആസാദ് വൈദ്യർ, മറ്റു സ്റ്റേജിലിരിക്കുന്ന വ്യക്തിത്വങ്ങള്, ഉസ്താദുമാര്, സദസ്സിലിരിക്കുന്ന മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അപാരമായ അനുഗ്രഹം അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നമ്മൾ 2 ദിവസമായി സംഘടിപ്പിച്ച മതപ്രഭാഷണത്തിന്റെ 2ാമത്തെ ദിവസമാണ് ഇവിടെ സംഗമിച്ചിട്ടുള്ളത്. അല്ലാഹു ഇത് ഒരു സാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഒന്നുറക്കാമേ പറയും. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. റഹ്മർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങളുടെ ഇരുത്തം തുടക്കം മുതൽ ഒടുക്കം വരെ നിന്റെ പൊരുത്തത്തിലാക്കി തീർക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സകല പാപങ്ങളും പൊറുത്തു തരണേ അല്ലാഹ്. മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ പലരും റബ്ബേ ഈ പള്ളിയുടെ ഖബർസ്ഥാനിലും അല്ലാതെ നാട്ടിന്റെ പല ഭാഗത്തും മറകെട്ട് കിടക്കുന്നവരുണ്ടല്ല. അവരുടെയൊക്കെ ഖബർ നീ വെളിച്ചമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നബി തങ്ങളുടെ മഹബ്ബത്ത് ഞങ്ങളെ ഖൽബിൽ ഏറ്റി നൽകണേ അല്ലാഹ്. ഇവിടുത്തെ ശഫാഅത്തിന് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹ്, ഞങ്ങളുടെ ഈ പരിപാടി നീ വിജയിപ്പിച്ചു തരണേ അല്ലാഹ്. സന്തോഷത്തിലാക്കി തരണേ റഹ്മാനെ, വിജയത്തിലാക്കി തരണേ റഹ്മാനെ. ഞങ്ങളാക്കി ഞങ്ങളെ മാതാപിതാ ഗുരുനാഥന്മാർക്ക് നീ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ആയുസ് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവർക്ക് അവരുടെ ദറജ നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക നബ്നാ വഇലൈകൽ മസീർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പറയാൻ എന്നിൽ ഏൽപ്പിക്കപ്പെട്ടത്. പ്രപഞ്ചത്തിനെ പ്രഭ ചൊരിഞ്ഞ പ്രവാചകൻ റസൂലുള്ളാഹി തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതെത്ര പറഞ്ഞാലും കേട്ടാലും മതിവരാത്തത്ര റസൂലുള്ളാഹി തങ്ങളെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് രേഖപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നോ 2 ദിവസത്തെ പ്രഭാഷണങ്ങൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. ഏതൊരു ചെറിയ പൈതങ്ങൾക്ക് പോലും തങ്ങളുടെ മാതാപിതാക്കളുടെ മേൽ ആദ്യമായിട്ട് നിർബന്ധമായ കാര്യം അവിടെ പറയുന്ന കൂട്ടത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പറയുന്നുണ്ട്, അവ്വലു വാജിബിൻ അലൽ ആബാഇ വൽ ഉമ്മഹാത്ത്, ആദ്യമായിട്ടൊരു മാതാവിന്റെയും പിതാവിനും നിർബന്ധമായിരിക്കുന്ന കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും കുറിച്ച് പറഞ്ഞു കൊടുക്കലാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പേരെന്തെന്നും ഉമ്മയുടെയും ഉപ്പയുടെയും പേരും അതുപോലെ തന്നെ ജനിച്ചതെവിടെ, വഫാത്തായതെവിടെ, മറവിട്ട് കിടക്കുന്നതെവിടെ എന്നെല്ലാം ആദ്യമായിട്ട് തന്നെ ഒരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ നമ്മുടെ നബിയവരാരാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ പാട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ അവർ പാടി ശീലിക്കുന്ന, അവർ പറഞ്ഞ് അവർ കാര്യം മനസ്സിലാക്കും. ഏതൊരു കുട്ടിക്കും ആദ്യമായിട്ട് മനസ്സിലാക്കൽ നിർബന്ധമായ വസ്തുതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച്. ഏതൊരാൾക്കും വളരെ വിശാലമായിട്ട് പറയാൻ സാധിക്കും. നബി തങ്ങളെക്കുറിച്ച് വാക്കുകളിൽ ഒതുക്കാൻ സാധിക്കുകയില്ല, പേജുകളിൽ ഒതുക്കാൻ സാധിക്കുകയില്ല, 1-2 ദിവസത്തെ പ്രഭാഷണങ്ങൾ ഒതുക്കാൻ സാധിക്കുകയില്ല. ഈ ലോകത്തിന് എന്നേക്കുമായിട്ട് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ഈ ലോകത്തേക്ക് സർവ്വലോകർക്കും കാരുണ്യമായിട്ട് മാത്രമാണ് നബിയെ നാം നിങ്ങളെ അയച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുമ്പോൾ, സർവ്വലോകർക്കും കാരുണ്യമായിട്ട് നബി തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിരിക്കുകയാണ്. സർവ്വലോകർക്കും ഇനി എനിക്ക് ശേഷം ഒരു പ്രവാചകന് വരാനില്ലെന്ന സത്യത്തിന്റെ വാക്കുമായിട്ട് റസൂലുള്ളാഹി തങ്ങളെ കടന്നു വന്നപ്പോ ഖുത്തിമബിയം അംബിയാ വൽ മുർസലീൻ, എന്നിലൂടെയാണ് പ്രവാചകന്മാരുടെ പരമ്പര അവസാനിക്കുന്നത്, എന്നിലൂടെയാണ് പ്രവാചകന്മാരുടെ അംബിയാ മുർസലുകളുടെ പരമ്പര അവസാനിക്കുന്നത്.
അഷ്റഫുൽ ഖൽഖായിക്കൊണ്ട് ഏതൊരു പ്രവാചകനും സൃഷ്ടിക്കുമ്പോ, ഏതൊരു പ്രവാചകനും അവർക്ക് പ്രവാചക തലത്തിൽ കൊടുക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആദ്യമായിട്ട് കൊടുക്കുന്ന നിർദ്ദേശമാണ്, നിനക്ക് ശേഷം, നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകനിൽ നിങ്ങൾ വിശ്വസിക്കണമെന്നുള്ള, ആ പ്രവാചകനിൽ കൂടി നിങ്ങൾ വിശ്വസിക്കണമെന്നുള്ള നിർദ്ദേശവുമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പ്രവാചകന്മാരെയും ഈ ഭൂമി ലോകത്തേക്ക് അയച്ചിട്ടുള്ളത്. ആദം നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് മുഹമ്മദ് നബിയുടെ പ്രകാശത്തിൽ നിന്നാണ് എന്ന് പറയുന്നുണ്ട്. നബി തങ്ങളുടെ പ്രകാശം കൊണ്ടാണ് ഈ ലോകം മുഴുവനും പടച്ചുണ്ടാക്കിയത്, സ്വർഗവും അതിലുള്ള സകല അനുഭൂതികളും പടച്ചുണ്ടാക്കിയത് ഈ അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശത്തിൽ നിന്നാണ്. ആ നബിയെ സ്നേഹിക്കാൻ, ആ നബിയെ മറ്റെന്തിനേക്കാളും സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. എന്തിനേക്കാളും നമ്മുടെ സ്വത്തിനേക്കാളും നമ്മുടെ മക്കളെക്കാളും നമ്മുടെ മാതാപിതാക്കളെക്കാളും ഗുരുനാഥന്മാരെക്കാളും നമ്മുടെ അയൽവാസികളെക്കാളും മറ്റെല്ലാ ജനങ്ങളെക്കാളും സ്നേഹിക്കാൻ, ഇഷ്ടപ്പെടാൻ കടപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. ആരെ? അല്ലാഹുവിന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ആ തങ്ങളെ സ്നേഹിക്കാൻ ആദ്യമായിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണല്ലോ അഷ്റഫുൽ ഖൽഖായി കൊണ്ട് ഈ ദുനിയാവിലേക്ക്, ലോകത്തിലേക്ക് റസൂലുള്ളാഹി തങ്ങളെ നമുക്ക് തരുന്നത്. ആ അല്ലാഹു തആല എങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങളെ ആദരിച്ചതെന്ന് നോക്കണ്ടേ? എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ഹബീബിനെ ഇഷ്ടപ്പെട്ട് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം. ഏതൊരു പ്രവാചകന്മാരെയും പരിശുദ്ധ ഖുർആനിൽ അഭിസംബോധന ചെയ്യുമ്പോൾ അവരുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നത് അല്ലേ? ഏതൊരു പ്രവാചകന്മാരെയും വനാദൈനാഹു അയ്യാ ഇബ്രാഹീമു ഖദ് സദ്ദഖത റുയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ഏതൊരു പ്രവാചകന്മാരെയും 1,24,000 വരുന്ന അംബിയാ മുർസലുകളെ, അതിൽ 313 മുർസലുകളെ ഈ ദുനിയാവിലേക്ക് നിയോഗിച്ചപ്പോ അതിൽ 25 പേരുടെ നാമങ്ങളെ പരിശുദ്ധ ഖുർആനിൽ പരിപാലിക്കുകയാണ്. എന്നിങ്ങനെ തുടങ്ങി 25 പ്രവാചകന്മാരുടെ നാമങ്ങൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടക്കം മുതൽ ഒടുക്കം വരെയായിട്ട് പല സന്ദർഭങ്ങളിലായിട്ടല്ല പ്രതിപാദിക്കുന്നു. അവിടെയൊക്കെ ഏതൊരു പ്രവാചകന്മാരെയും അല്ലാഹു അഭിസംബോധന ചെയ്യുമ്പോൾ ആ പ്രവാചകന്മാരുടെ പേര് നേരിട്ട് വിളിച്ചുകൊണ്ടാ പറയുന്നത്. ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയുകയാണ്. വനഅദൈനാഹു അയ്യാ ഇബ്രാഹീം. അല്ലാഹു തആല തന്റെ ഖലീലായ, തന്റെ ഇഷ്ടപ്പെട്ട സുഹൃത്തായ, തന്റെ സുഹൃത്ത് എന്നുള്ള അപരനാമത്തിലറിയപ്പെട്ട പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹീം നബി അലൈഹിസ്സലാം, ആ ഇബ്രാഹീമിനെ പേര് വിളിച്ചുകൊണ്ടാണ് ഖുർആൻ അഭിസംബോധന ചെയ്യുന്നത്. യാ ഇബ്രാഹീം, ഓ ഇബ്രാഹീമെ എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നത് പോരാ. വഖുൽനാ യാ ആദം, വഖുൽനാ യാ ആദം, ഓ ആദമേ നീയും നിന്റെ ഭാര്യയും സ്വർഗ്ഗത്തിൽ കിടക്ക്. അവിടെ ആദം നബി അലൈഹിസ്സലാമിനെ നേരിട്ട് അഭിസംബോധന ചെയ്ത് വിളിക്കുന്നത് പേര് വിളിച്ചുകൊണ്ടാണ്. അബുൽ ബശർ സയ്യിദുനാ ആദം അലൈഹിസ്സലാം. ആദം അലൈഹിസ്സലാമിനെ പോലും ഈ ലോകത്ത് ആദ്യമായിട്ട് മനുഷ്യവർഗത്തെ ഇന്നേ ജാഇലുൻ ഫിൽ അർളി ഖലീഫ, മലായികത്തിനെ വിളിച്ചു കൂട്ടിയിട്ടൊരു മുശാവറ നടത്തുകയാണ് അല്ലാഹു തആല. ഞാൻ ഈ ദുനിയാവിൽ ഒരു സൃഷ്ടിയെ സൃഷ്ടിക്കാൻ പോകുകയാണ്. എന്തിനാണ് റബ്ബേ? രക്തം ചിന്തുന്ന, തമ്മിൽ തല്ലുന്ന, കലഹമുണ്ടാക്കുന്ന, പ്രശ്നമുണ്ടാക്കുന്ന, കരുതികളുണ്ടാക്കുന്ന മനുഷ്യവർഗത്തെ എന്തിനാണ് അല്ലാഹ് ഈ ദുനിയാവിൽ നീ സൃഷ്ടിക്കുന്നതെന്ന് മലായികത്ത് പടച്ച റബ്ബിനോട് ചോദിച്ചപ്പോ ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. അല്ലയോ മാലാഖമാരെ, അല്ലയോ മാലാഖമാരെ, നിങ്ങൾക്കറിയാത്ത പല ഗുണങ്ങളും ഈ മനുഷ്യനുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ല, പക്ഷെ അത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ മനുഷ്യനെ എന്റെ കാര്യങ്ങൾ പരിശുദ്ധ ഭൂമിയിൽ, എന്റെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ഇവിടെ ഒരു ജനവിഭാഗത്തെ സൃഷ്ടിക്കാൻ പോകുകയാ. എന്റെ സന്ദേശം ഈ ഭൂമിയിൽ വിശാലമാക്കുവാൻ, എന്റെ സന്ദേശം ഈ ഭൂമിയിൽ അതിന്റെ ദൗത്യ നിർവഹണത്തോടു കൂടി അത് പരിപൂർണമായി നിർവഹിക്കുവാൻ
മനുഷ്യനെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മനുഷ്യവർഗത്തെ പടക്കുന്നത്. എന്നിട്ട് ആ മനുഷ്യവർഗത്തിന്റെ നേതാവായ അബുൽ ബശർ സയ്യിദുനാ ആദം അലൈഹിസ്സലാം, ആദം നബിയെ പോലും പേര് വിളിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നത് പോരാ. യൂസുഫ് ആയിരു അൻഹാദാ, സൗന്ദര്യത്തിന്റെ പകുതി ഭാഗം നൽകപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പോലും അല്ലാഹു വിളിച്ചത് ഓ യൂസുഫേ എന്ന പേര് വിളിച്ചുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്. നിർത്തിയോ? യാ നൂഹ് ഹുബ്ബിത്തും മിന്നാ ബിസലാം, ഓ നൂഹേ നീ ഞങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. ഓ നൂഹേ, നൂഹ് നബി അലൈഹിസ്സലാമിനെ പേര് വിളിച്ചുകൊണ്ടാ പറയുന്നത്. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ കഴിയും. പക്ഷേ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു വിളിക്കുന്നത് മന്ദസ്മിതമായി മധുമൊഴി തീർത്തൊരു പൂവേ മഹ്മൂദേ, മാണിക്യം മരരകം നാണിക്കുന്നൊരു ചേര് പനിനീരേ, മാലകർക്കെന്നും സന്മാർഗമോദി തന്ന തെളിനീരേ, മാതൃകപാത ഉലകത്തിൽ മുഴുവനും യാട്ടി കനിഞ്ഞോരേ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ വിളിക്കുന്നത് പേര് വിളിച്ചുകൊണ്ട് ഇവിടെ ഒരു സ്ഥലത്തെങ്കിലും വിളിച്ചത് കാണാൻ സാധിക്കില്ല. യാ മുഹമ്മദ് എന്നുള്ള ഒരു പ്രയോഗം ഒരു സ്ഥലത്ത് പോലും പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കില്ല. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക വബനാതിക, ഓ നബിയേ, ഓ പ്രവാചകരെ എന്ന അഭിസംബോധനയാണ്. എത്ര സ്നേഹത്തിന്റെ വിളിയാണ്, എത്ര സൗന്ദര്യത്തിന്റെ വിളിയാണ്. പിന്നെയോ യാ അയ്യുഹർ റസൂൽ, ഓ തിരുദൂതനെ എന്നുള്ള വിളിയാണ് പരിശുദ്ധ ഖുർആനിൽ കാണുന്നത്. അല്ലേ? പരിശുദ്ധ ഖുർആനിൽ 25 പ്രവാചകന്മാരെ പറഞ്ഞപ്പോഴും അവരുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് വിളിച്ചപ്പോൾ ഹബീബായ നബി തങ്ങളുടെ പേര് വിളിച്ചുകൊണ്ട് പറഞ്ഞില്ല. നബി തങ്ങളെ പേര് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് അള്ളാഹുവിന്റെ റസൂലാണ്, തിരുദൂതരാണെന്നുള്ള പ്രഖ്യാപനം ലോകരെ അറിയിക്കാൻ വേണ്ടിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പേര് ഉപയോഗിച്ചത്. മറ്റൊരിടത്ത് കാണാം വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റൂസുൽ അഫഇമ്മാ തഅഖതുല ഖലബതും അലാ അഅഖാബികും. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് വിളിച്ചുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെയും മുഹമ്മദ് നബി അള്ളാന്റെ തിരുദൂതരാനുള്ള പ്രഖ്യാപനം മാലോകരെ അറിയിക്കാൻ വേണ്ടി മാത്രമാ. അല്ലാതെ നബി തങ്ങളെ നേരിട്ട് വിളിച്ചുകൊണ്ട് ഓ മുഹമ്മദേ എന്നുള്ള വിളി ഒരു സ്ഥലത്ത് പോലും പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കുകയില്ല. അത് തന്നെ അള്ളാഹുവിന്റെ ഇഷ്ട ഹബീബിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്. നിർത്തിയോ? അതും പോരാ, അള്ളാഹുവിന്റെ റസൂലിന്റെ 10-40 ദിവസത്തോളം വഹ്യ് നിരച്ചു പോവുകയാണ്. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന റസൂലുള്ളാഹി തങ്ങളിലേക്ക് വന്നിറങ്ങുന്ന ദിവ്യബോധനമുണ്ടല്ലോ, ആ വഹ്യ് അല്പ ദിവസത്തേക്ക് നിർത്തുകയാണ്. 10 ദിവസമായി, 15 ദിവസമായി, 25 ദിവസമായി, 40 ദിവസമായിട്ടും അള്ളാഹുവിന്റെ റസൂലിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അള്ളാഹു വഹ്യ് ഇറക്കി കൊടുക്കാതെ വന്നപ്പോ ഓ കുഞ്ഞിനെ, മക്ക മുശ്രിക്കുകൾ അള്ളാഹുവിന്റെ റസൂലിനെ കളിയാക്കി തുടങ്ങി. മുഹമ്മദിന് അവന്റെ റബ്ബ് കൈപിടിഞ്ഞിരിക്കുകയാണ്. മുഹമ്മദിന് കുറച്ച് ദിവസമായിട്ട് വഹയൊന്നും ഇറങ്ങുന്നില്ല, വഹയൊക്കെ നിലച്ചു പോയിരിക്കുകയാണ്. ജിബ്രീലൊന്നും ഇപ്പോൾ ഇറങ്ങുന്നില്ല, അതൊക്കെ നിന്നു പോയിരിക്കുകയാണ്. മുഹമ്മദും അവന്റെ ഭാര്യമാരുമാകെ വിഷമത്തില. അവൻ അങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുശ്രിക്കുകളൊക്കെയും കളിയാക്കി തുടങ്ങി. അപ്പോഴതാ നബി തങ്ങളുടെ പത്നിമാര് വരെ വല്ലാത്ത സങ്കടപ്പെട്ടു. അല്ലേ പ്രവാചകരെ, മുശ്രിക്കുകളെ പറഞ്ഞു കേൾക്കുമ്പോൾ ഞങ്ങൾക്കും വല്ലാത്ത വിഷമം വരികയാണ്. തിരുദൂതരെ, എന്തേ ജിബ്രീൽ നിങ്ങളെ കൈവിടിഞ്ഞോ? അള്ളാഹു നിങ്ങളെ കൈവിടിഞ്ഞോ? എന്തിനാ പ്രിയ ഭക്തിമാരെ നിങ്ങൾ എന്റെ കാര്യത്തിൽ വിഷമിക്കുന്നത്? നമ്മുടെ കൂടെ പടച്ച റബ്ബില്ലേ? നമ്മുടെ കൂടെ പടച്ച റബ്ബില്ലേ? ഏത് സമയത്തും അള്ളാഹു നമ്മുടെ കൂടെയില്ലേ? ഹിറാഗുഹയിൽ അള്ളാഹു നമുക്ക് ഇണയായിട്ടുണ്ടെങ്കിൽ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഹിറാഗുഹയിൽ സിദ്ദീഖ്
സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലില് പാമ്പ് കടിച്ചപ്പോ പാമ്പ് കടിച്ചപ്പോ ആ സമയത്തുള്ള തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ദുഃഖിക്കേണ്ട സിദ്ദീഖേ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്, അല്ലാഹു എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഹിറാ ഗുഹയിൽ വരെ നമുക്ക് തണലായില്ലേ, ആ അല്ലാഹു നമ്മളെ കൈവിടില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ട പ്രിയ ഭക്തിമാരെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഭാര്യമാര് അവരെ വിഷമത്തിൽ നിന്ന്, സങ്കടത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് ക്ഷമിക്കുകയാ. മുശ്രിക്കീങ്ങളെ കൊല്ലും കളിയാക്കുകയാ, മുശ്രിക്കീങ്ങളെ സകലരെന്ന് പരിഹസിക്കുകയാ. അങ്ങനെ യഥാ 40 ദിവസം കഴിയുമ്പോൾ അല്ലാഹുവിന്റെ മലാഖ, അല്ലാഹുവിന്റെ മലക്കുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്ത് നിന്ന് വന്നിറങ്ങിക്കൊണ്ട്, ഓ തിരുദൂതരേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വല്ലഹാ വല്ലൈലി ഇദാ സജാ, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഇല്ല നബിയേ, നബി തങ്ങൾക്ക് തന്റെ ഇഷ്ടഹബീബിന് വല്ലാത്ത വിഷമം വന്നപ്പോ, അല്ലാഹുവിന്റെ ഇഷ്ടഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്കൊരു വിഷമം വന്നപ്പോ 40 ദിവസക്കാലത്തോളം വഹി നിലച്ചു പോയപ്പോ തങ്ങൾക്കത് വിഷമമായി, തങ്ങളെ പലരും കളിയാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അല്ലാഹു അതാ ഒരു പരീക്ഷണത്തിന്റെ നബി തങ്ങളുടെ ക്ഷമ എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്പ ദിവസത്തേക്ക് അതങ്ങ് നിർത്തിവെച്ചിരിക്കുകയാ. 40 ദിവസം കഴിഞ്ഞിട്ട് അള്ള വന്നുകൊണ്ട് പറയുന്നു, സമയം തന്നെയാണ് സത്യം, നിസ്കാരമുണ്ടല്ലോ, പൂർവാന സമയം തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, ഇരുണ്ടുപോയ രാത്രി തന്നെയാണ് സത്യം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഇല്ല നബിയേ, നിങ്ങളെ റബ്ബ് കൈവിടിഞ്ഞിട്ടില്ല നബിയേ. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നബിയേ, നിങ്ങളുടെ റബ്ബ് നിങ്ങളെ കൈവിടിഞ്ഞിട്ടില്ല, നിങ്ങളുടെ റബ്ബ് നിങ്ങളെ വെറുത്തിട്ടില്ല, നിങ്ങളുടെ റബ്ബ് അങ്ങയുടെ നാമം അങ്ങയെ കൈവെടിഞ്ഞിട്ടില്ലെന്ന് സമാധാനത്തിന്റെ സന്ദേശമായിട്ട് അല്ലാഹു എന്ന് പറഞ്ഞു കൊടുക്കുകയാ. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. നബിയെ, ഈ ദുനിയാവിൽ എത്ര തന്നെ വിഷമം സഹിച്ചാലും, എത്ര തന്നെ ബുദ്ധിമുട്ടിയാലും, ആര് തന്നെ അങ്ങയെക്കുറിച്ച് എന്ത് തന്നെ പറഞ്ഞാലും, ഈ ദുനിയാവിനേക്കാളൊക്കെ അങ്ങേക്ക് ഉത്തമം പരലോകമല്ല നബിയേ. അർത്ഥം നമ്മൾ ചിന്തിക്കാറില്ല. ഇതൊക്കെ നമ്മൾ സാധാരണ നിസ്കാരങ്ങളിലേക്ക് ഓതുന്ന സൂറത്തുകളാ. അർത്ഥം നമ്മൾ ചിന്തിക്കൂല, അർത്ഥം നമ്മൾ പഠിക്കാനും ശ്രമിക്കുകയില്ല. അല്ലാഹു പറയുകയാണ്, വലസൗഫ യുഅതീക റബ്ബുക ഫതർവാ. നബിയെ, ഇവിടെ എത്ര വിഷമിച്ചാലും നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉന്നതമായ സ്ഥാനത്തിലേക്ക് നിങ്ങളെ എത്തിക്കുമല്ലോ. വലസൗഫ യുഅതീക റബ്ബുക ഫതർവാ. നാളെ പരലോകത്ത് നിങ്ങൾക്ക് ഉന്നതമായ ഒരു സ്ഥാനം ഞാൻ നൽകാൻ പോകുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് തൃപ്തരാകും നബിയേ, അങ്ങ് തൃപ്തരാകും നബിയേ. റസൂലിന് അല്ലാഹു തന്റെ ഇഷ്ട ഹബീബിന് വല്ലാത്തൊരു വിഷമം വന്നപ്പോ, വല്ലാത്തൊരു സങ്കടം വന്നപ്പോ അല്ലാഹു ഇടപെട്ടുകൊണ്ട് സമാധാനിപ്പിക്കുകയല്ലേ? അല്ലാഹു ഇടപെട്ടുകൊണ്ട് സമാധാനിപ്പിക്കുകയാ. നിങ്ങൾ നോക്കണം, തനിക്ക് നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ നമ്മൾക്ക് ഒരു വല്ലാത്ത വിഷമം വന്നു പോയാൽ അവന് നമ്മുടെ ക്ലോസ് മേറ്റാണ്, നമ്മളെ ക്ലോസ് ഫ്രണ്ടാ. ആ സമയത്ത് നമ്മൾക്ക് ഒരു വല്ലാത്ത വിഷമം നമ്മുടെ സുഹൃത്തിനെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് തിരക്കൊഴിവാക്കിയിട്ടും നമ്മുടെ കൂലിപ്പണി വരെ ഒഴിവാക്കിയിട്ട് നമ്മൾക്ക് അവർക്ക് വേണ്ടി ത്യജിക്കാൻ നമ്മൾ തയ്യാറാകും, അവർക്ക് വേണ്ടി കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാകും, അവർക്ക് വേണ്ടി ബുദ്ധിമുട്ടാൻ നമ്മൾ തയ്യാറാകും. അത് നമുക്ക് കിട്ടുന്ന കൂലി പോയാലും വേണ്ടിയില്ല, അവന്റെ കാര്യം നടക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അല്ലാഹു തന്റെ ഇഷ്ട ഹബീബിനൊരു വിഷമം വന്നപ്പോ, തന്റെ ഇഷ്ടത്തോടെന്നൊരു വിഷമം വന്നപ്പോ നബി തങ്ങൾ ഇടപെട്ടുകൊണ്ട് അവിടെ രക്ഷപ്പെടുത്തുകയാണ്, സമാധാനിപ്പിക്കുകയാണ്. അതാണ് ഒരു സ്നേഹിതനും തന്റെ ഇഷ്ടത്തോഴനുമായിട്ട് രണ്ട് സ്നേഹിതർ തമ്മിലുള്ള ബന്ധം. അതാണ്
നമ്മളൊക്കെയും അതിനാണ് ശ്രദ്ധിക്കേണ്ടത്. അള്ളാന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് മൻ തഹബ്ബാ ഫില്ലാഹി വജ്തമഅ അലൈഹി വതഫറഖ അലൈഹി, അല്ലാഹുവിന്റെ അർശിന്റെ സിംഹാസനത്തിന്റെ തണൽ കിട്ടുന്ന 7 വിഭാഗങ്ങളിൽ അതിലൊരു കൂട്ടരെ അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂൽ എണ്ണിയത് മൻ തഹബ്ബാ ഫില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചു, വതഫവജ്തമഅ അലൈഹി, ആ സ്നേഹത്തിൽ പരസ്പരം അവസാനം വരെ അവർ വെട്ടിപിരിയാതെ അവരൊരുമിക്കുകയും ചെയ്തു. വതഫറഖ അലൈഹി, ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് വരെ അവർ സ്നേഹിതരാണ്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുകൊടുത്തിട്ടില്ല, നമീമത്ത് പറഞ്ഞിട്ടില്ല, ഗീബത്ത് പറഞ്ഞിട്ടില്ല. രണ്ടുപേർക്കും വിശ്വസ്തരായി കൊണ്ട് ജീവിച്ചു മരണം വരെ. അത്തരം ആളുകൾക്ക് യൗമലാലില്ല ഇല്ലാ ബില്ലുഹു, അല്ലാഹുവിന്റെ അർശിന്റെ സിംഹാസനമാകുന്ന അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ ഒരു തണലുമില്ലാത്ത ആ മരുഭൂമിയിൽ അല്ലാഹു തന്റെ അർശിന്റെ തണലിട്ട് കൊടുക്കുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പോ അല്ലാഹു തന്റെ ഹബീബിനെ വല്ലാത്തൊരു വിഷമം വന്നപ്പോ സഹായിച്ചു. ഇനിയും മതിയോ? ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് തെളിവാ. ഈ ലോകത്ത് തന്നെ അല്ലാഹുവിനെ നമ്മളൊക്കെയും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ? റബ്ബേ, നിന്റെ ലിഖാഇന് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ എന്ന് പറഞ്ഞുകൊണ്ട് ഏത് സദസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുന്നു, ഏത് സമയത്തും നമ്മൾ ദുആ ചെയ്യുന്നു. എന്താ അള്ളാന്റെ ലിഖാ എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ ആ പരിശുദ്ധമായ ആ അല്ലാഹുവിന്റെ ദാത്തിനെ നാളെ പരലോകത്തിൽ വെച്ച് കണ്ടുമുട്ടുക, അതാണ് ലിഖാ. അതിനൊക്കെ നമ്മളെ ജീവിതത്തിൽ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം അതാണ്. ആഖിബത്ത് നന്നായിട്ടും മരിക്കുക, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആഖിബത്ത് നന്നായിട്ടും മരിച്ചിട്ട് നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ ആ തിരുവജ്ഹിനെ, അല്ലാഹുവിന്റെ പുണ്യമാക്കപ്പെട്ട ആ വജ്ഹിനെ ദർശിക്കുക, ആ മഹത്തായ ഒരു ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി പ്രദാനം ചെയ്യുമാറാവട്ടെ, തൗഫീഖ് നൽകട്ടെ. അതിനൊക്കെയാണ് നമ്മൾ സദാസമയം ദുആ ചെയ്യുന്നത്. എന്നാൽ അല്ലാഹുവിനെ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ ഒരേ ഒരാൾക്ക് മാത്രമേ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതാരാണ്? അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻത തത്ലഉ ബൈനനാ ഫിൽ കവാകിബിൽ ബുദൂർ ബൽ വ അഷ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. നക്ഷത്രങ്ങൾക്കിടയിലെ പൗർണമി പോലെ തെളിവുറ്റോരേ, അതിനേക്കാൾ ശറഫുള്ളോരേ സയ്യിദി ഖൈറൻ നബിയ, സയ്യിദി ഖൈറൻ നബി. നക്ഷത്രത്തിനേക്കാൾ എങ്കിമറിയുന്ന 14 രാവിലെ പൗർണമി നിലാവിനെ പോലും വെല്ലുന്ന തരത്തിലുള്ള പ്രകാശമായി വെട്ടിത്തിളങ്ങുന്ന തെളിദീപമായിട്ട് മന്ദമാരുതനായിട്ട് ഭാരതാമ്മയുടെ വിരിവാറിൽ നിന്ന് 5000 കിലോമീറ്ററുകൾക്ക് അകലെ അന്തർവിശ്രമം കൊള്ളുന്ന അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് തന്റെ ജീവിതത്തിൽ തന്നെ വഫാത്താകുന്നതിന് മുമ്പ് തന്നെ അല്ലാഹുവിനെ ദർശിക്കാനുള്ള മഹത്തായ ഭാഗ്യം കിട്ടിയത്. പല പ്രവാചകന്മാരും ചോദിച്ചിട്ടുണ്ട്, അനുവാദം ചോദിച്ചിട്ടുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. മൂസ നബി അലൈഹിസ്സലാം സംസാരിച്ചിട്ടുണ്ട്, കണ്ടിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു, പക്ഷെ കാണിച്ചു കൊടുത്തില്ല. ഇങ്ങനെ ഈ ദുനിയാവിൽ ഒരാൾക്ക് അല്ലാഹുവിന്റെ ലിഖാഇനെ തിരുവജ്ഹിനെ ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏതാ സമയം പറയും മക്കളെ? എപ്പോഴാ അല്ലാഹു റസൂൽ അല്ലാഹുമായിട്ട് സംവദിച്ചത്? എപ്പോഴാ? മിഅ്റാജിന്റെ രാത്രി. അല്ലാഹു നമ്മുടെ മക്കൾക്ക് കനാഫിയ അലിമിനെ പ്രദാനം ചെയ്യട്ടെ. ആമീൻ പറയും വേണ്ടേ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ അവ 7 ആകാശവും കടന്നോരോ പ്രവാചകന്മാരെ കണ്ടവരുമായിട്ടൊക്കെ സംവദിച്ചുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് അവരുടെ സ്വാഗതമൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് 7 ആകാശവും കടന്ന് അങ്ങ് സിദ്റത്തുൽ മുൻതഹായും കടന്ന് കൂടെയുള്ള മലക്ക് പറയുന്നു അദാ ഫിറാഖു ബൈനി വ ബൈനക, ഈ സമയത്ത് നമ്മൾ വേർപിരിയുകയാ, ഇവിടെ നിന്നങ്ങോട്ട് കടക്കാനുള്ള അനുമതി എനിക്കില്ലെന്ന് പറയുന്നതാരാ? അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോകുന്ന മലക്കാണ് പറയുന്നത്, ഇവിടെ നിന്നങ്ങോട്ട് അല്ലാഹുവിന്റെ അടുക്കിലേക്ക് പോകാനുള്ള അനുമതി എനിക്കില്ല, ഇവിടെ നിന്നങ്ങോട്ട് നിങ്ങൾ തനിച്ചാണ് പോകേണ്ടതെന്നല്ല പറയുന്നു. തനിച്ചാണ് ഇവിടെ നിന്ന് തനിച്ചാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകേണ്ടതെന്ന് ആ മലക്ക് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ. ആ സമയത്ത് ബേജാറോടുകൂടെ എന്ത് സംഭവിക്കുമെന്നറിയാതെ അല്ലാഹുവിന്റെ റസൂലത ആ തിരുവജഹ് കാണുകയാ. ആ സമയത്ത് എന്താ പറഞ്ഞത്? അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. നമസ്കാരത്തിലൊക്കെ നമ്മൾ അത്തഹിയ്യാത്ത് ചൊല്ലുന്നവരാ. ഏതാ സന്ദർഭം? ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ തിരുവചികനെ അല്ലാഹു കണ്ടുമുട്ടിയപ്പോ അഭിവാദനം സമർപ്പിച്ചതാണ് അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. സകല അനുഗ്രഹങ്ങളും സകല അഭിവാദ്യങ്ങളും എല്ലാ നന്മകളും ലില്ലാഹ് അല്ലാഹുവിനെ സമർപ്പിച്ചുകൊണ്ടുള്ള അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങളങ്ങ് കടന്നു ചെല്ലുന്നത്. ആ സമയത്ത് അല്ലാഹു തിരിച്ചിങ്ങോട്ട് സലാം പറയുകയാ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. അവിടെയും പേര് പറഞ്ഞിട്ടില്ല കേട്ടോ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓ പ്രവാചകരെ, അങ്ങേക്ക് അല്ലാഹുവിന്റെ കാരുണ്യവും ബർക്കത്തും ഉണ്ടാവട്ടെ, അവിടുത്തെ രക്ഷയും ഉണ്ടാവട്ടെന്ന് പറഞ്ഞുകൊണ്ട് സലാം പറയുന്നു. അപ്പോഴതാ എങ്ങനെയാണ് സലാം മടക്കുക? അല്ലാഹുവിന്റെ സലാമിന് എങ്ങനെയാണ് പ്രതിവചിക്കുക എന്നറിയാതെ ആ സമയത്ത് പറയുന്നു അസ്സലാമു അലൈന. അള്ളങ്ങോട്ട് സലാം പറയുമ്പോൾ അള്ളാഹിനോട് അങ്ങോട്ട് സലാം പറയും. അള്ളാഹിന്റെ രക്ഷ അള്ളാഹ്ക്കന്നെ ഉണ്ടാകട്ടെ എന്ന് പറയും. ഇതെന്ത് രസം? അള്ളാഹിന്റെ രക്ഷ അള്ളാഹ്ക്കന്നെ ഉണ്ടാകട്ടെ എന്ന് പറയും. അള്ളാഹാണ് എല്ലാവർക്കും രക്ഷ കൊടുക്കുന്നത്, പിന്നെ അള്ളാഹിന്റെ രക്ഷ അള്ളാഹ്ക്കന്നെ ഉണ്ടാകട്ടെ തിരിച്ചങ്ങോട്ട് പറയാൻ പറ്റുമോ? അങ്ങനെയാണ് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കുന്നത് നബിയെ. ആ സന്ദർഭത്തിൽ സലാം അടക്കേണ്ടത് പറ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നമ്മുടെ മേലിലും സകല സ്വാലിഹീങ്ങളുടെ മേലിലും അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. അങ്ങോട്ട് സലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അള്ളഹാനോട് അങ്ങോട്ട് സലാം അടക്കണ്ട. വഅലൈക്കും അസ്സലാം, അള്ളാഹിന്റെ രക്ഷ അള്ളാഹ് തന്നെ ഉണ്ടാവട്ടെ, നിങ്ങൾക്ക് തന്നെ ഉണ്ടാവട്ടെ അള്ളഹാനോട് പറയും. അതിന്റെ ആവശ്യമില്ല. അവിടെ സലാം അടക്കേണ്ട രൂപം അള്ളാഹിന്റെ റസൂൽ അന്ന് സലാം അടക്കിയത് അവിടെ അള്ളാഹിനോട് കേട്ടോ. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. എല്ലാവർക്കും ഈ ഭൂമി ലോകത്തിന് വരാനിരിക്കുന്ന ആദം നബി അലൈഹിസ്സലാം മുതൽക്കുള്ള അവസാന നാൾ വരെയുള്ള സകല സ്വാലിഹീങ്ങൾക്കും അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. ഇതല്ലേ ഒരു ഹദീസിൽ കാണാം, ഒരാൾ നിസ്കരിച്ചില്ല എങ്കിൽ നിസ്കാരം ഉപേക്ഷിക്കുന്നവനെ കുറിച്ച് പറയുന്ന ഹദീസിൽ കാണാം, ഒരാൾ നിസ്കരിക്കാതിരുന്നാൽ അവനെ കൊണ്ടുള്ള ഷർറ് ആദം നബി അലൈഹിസ്സലാം വരെ എത്തുമെന്ന്. എന്തുകൊണ്ട്? ഒരാൾ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ ഈ പ്രാർത്ഥന മുടങ്ങിപ്പോവുകയാണ്. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നുള്ള പ്രാർത്ഥന ഒരാൾ കാരണമായിട്ട് ഒരാളുടെ പ്രാർത്ഥന മുടങ്ങിപ്പോവുകയാണ്. കാരണം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണത്. നമുക്കും അതുപോലെ തന്നെ ഈ ദുനിയാവിൽ ഇനി ജീവിക്കാനിരിക്കുന്ന എല്ലാ സ്വാലിഹീങ്ങൾക്കും അള്ളാഹിന്റെ രക്ഷയുണ്ടാവട്ടെ എന്ന് പറയുന്ന ആ പ്രാർത്ഥന, ആ ദുആ ഒരാൾ നിസ്കാരം ഒഴിവാക്കിയാൽ അത് മുടങ്ങിപ്പോവുകയാണ്. ഇന്ന ശർറ താരിഖി സ്വലാത്തി യതഅദ്ദാ ഇലാ ആദം അലൈഹിസ്സലാം. നിസ്കാരം ഉപേക്ഷിക്കുന്നവനെ കൊണ്ടുള്ള വിപത്ത്, അവനെ കൊണ്ടുള്ള നാശം, അവനെ കൊണ്ടുള്ള ഷർറ് ആദം നബി അലൈഹിസ്സലാം വരെ എത്തിച്ചേരുമെന്ന പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഞങ്ങൾ ചൊല്ലുന്ന ഓരോ സ്വലാത്തും അങ്ങ് വെള്ളമിനാരത്തിനിടയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നബി തങ്ങളെ ഹദറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ. എത്തിച്ചു കൊടുക്കട്ടെ. അപ്പൊ അതാണ് ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സലാം അടക്കാൻ വേണ്ടി തോന്നിപ്പിച്ചത് അദ്ഭുതമാണ്. ആ രീതിയിലാണ്. അപ്പൊ ജീവിതത്തിൽ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹുവിനെ ദർശിക്കുക എന്നുള്ള ആ മഹത്തായ ഭാഗ്യം ഒരേ ഒരാൾക്കേ ലഭിച്ചിട്ടുള്ളൂ. ആ ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്.
പിന്നെയോ വീണ്ടും വീണ്ടും പലവിധ സന്ദർഭങ്ങള് അള്ളാഹുവിന്റെ റസൂലിലേക്ക് പരിശുദ്ധ ഖുർആൻ ഇറങ്ങുമ്പോ ഒരായത്ത്, രണ്ടായത്ത്, മൂന്നായത്ത് ഇങ്ങനെ അല്പാൽപമായിട്ടാണ് ഇറങ്ങാറുള്ളത്. പക്ഷേ ഒരു സമയത്തതാ على العرش استوى له ما في السماوات وما في الأرض وما بينهما وما تحت الثرى എന്ന് തുടങ്ങുന്ന സൂറത്ത് ത്വാഹയിലെ 114 ആയത്തുകളെ 10 അല്ല 20 അല്ല 50 അല്ല 100 അല്ല 113 113 ആയത്തുകൾ ഇറങ്ങിയപ്പോഴേക്കും റസൂലുള്ളാഹി തങ്ങൾക്ക് ബേജാറാവുകയായി. എന്തേ കാരണം? ഇതൊക്കെ മനസ്സിലാക്കുവാൻ, ഇതൊക്കെ ഹൃദയസ്ഥമാക്കി ബൈഹാട്ടാക്കിയിട്ട് എന്റെ മനസ്സിൽ സൂക്ഷിക്കാൻ ഒരൊറ്റ നിമിഷം കൊണ്ട് എനിക്ക് സാധിക്കുമോ എന്ന് വിഷമിച്ചപ്പോഴേക്കും 114 ആയത്തിൽ അല്ലാഹു പറയുന്നു, വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ളാ ഇലൈക വഹ്യു വഖുർ റബ്ബി സിദ്നി ഇൽമാ. 114 ആയത്തിൽ 113 ആയത്തിറങ്ങിയപ്പോഴും അള്ളാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമായി. ഇതെല്ലാം കൂടി ബൈഹാട്ടാക്കി വെക്ക് എന്നെ കൊണ്ട് സാധിക്കോ, ഇതങ്ങ് മറന്നുപോയേക്കുമോ എന്ന് വിചാരിച്ച് വിഷമിച്ചപ്പോഴേക്കും അള്ളാഹു തആല പറഞ്ഞു, വിഷമിക്കണ്ട നബിയെ, വലാ തഅ്സൽ ബിൽ ഖുർആനി, ഖുർആൻ കാരണത്താൽ അങ്ങ് ഒരിക്കലും ബേജാറാകരുത്. മിൻ ഖബ്ലി അൻ യുഖ്ളാ ഇലൈക വഹ്യു, നിങ്ങൾക്ക് കിട്ടുന്ന വഹ്യ് പൂർത്തിയാവട്ടെ. ആ വഹ്യ് പൂർത്തിയാകുന്നതിന് മുമ്പ് നിങ്ങൾ വിഷമിക്കരുത്, ദുഃഖിക്കരുത്. വഖുർ റബ്ബി സിദ്നി ഇൽമാ, ഇത് നിർത്താൻ വേണ്ടിയിട്ടല്ല അങ്ങ് കരുതേണ്ടത്, മറിച്ച് നിങ്ങൾ ഇനിയും എനിക്ക് ഇൽമ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ എന്ന് ആണ് അങ്ങ് ദുആ ചെയ്യേണ്ടതെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു 114 ആയത്തിൽ പറഞ്ഞു കൊടുക്കുകയാ. നിർത്താൻ വേണ്ടിയിട്ടല്ല നബിയെ പറയേണ്ടത്, ഇനിയും എനിക്കിത് വർദ്ധിപ്പിച്ചു തരണേ, ഇൽമ വർദ്ധിപ്പിച്ചു തരണേ എന്ന് ദുആ ചെയ്യും. ഇൽമ പഠിക്കാനുള്ള മനസ്സ് വരാനും പഠിക്കാനുള്ള ബുദ്ധിശക്തി കിട്ടാനൊക്കെ റബ്ബി സിദ്നി ഇൽമ എന്നുള്ള ആ ദിക്ർ അങ്ങനെ സദാസമയം ചൊല്ലിക്കൊണ്ടിരിക്കുക. എന്നാ ശരി, ആയിക്കോട്ടെ, നിസ്കാരം നോമ്പൊന്നും വേണ്ട, റബ്ബി സിദ്നി ഇൽമ, റബ്ബി സിദ്നി ഇൽമ, റബ്ബി സിദ്നി ഇൽമ. അത് പറ്റൂല. എല്ലാത്തിനോടും കൂടെ ഇതൊന്ന് കൂട്ടി കൊടുക്കുക. നല്ല ബുദ്ധിശക്തി ഉണ്ടാകും. അള്ളാഹു ബുദ്ധിശക്തി ഓർമ്മശക്തിയൊക്കെ നൽകട്ടെ, അള്ളാഹു നൽകട്ടെ, അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബി സിദ്നി ഇൽമ, അല്ലാഹു പറയുകയാണ് റബ്ബി സിദ്നി ഇൽമ. നബിയെ അങ്ങ് പറയേണ്ടത് ഇത് നിലക്കാൻ വേണ്ടിയിട്ടല്ല പറയേണ്ടത്, മറിച്ച് റബ്ബിനോട് ഇത് ഇനയും വർദ്ധിപ്പിച്ചു തരണേ അല്ലാ എന്നാണ് അങ്ങ് ദുആ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ ഒട്ടനവധി നിരവധി ഉദാഹരണങ്ങളുണ്ട്. അള്ളാഹു തന്റെ ഹബീബിനെ പല സമയത്ത് വിഷമിച്ചപ്പോഴും പല സമയത്തും പല സന്ദർഭങ്ങളിലും വിഷമിച്ച സന്ദർഭങ്ങളിലെല്ലാം നബി തങ്ങളെ സമാധാനിപ്പിച്ചുകൊണ്ട് തലോടിക്കൊണ്ട് മന്ദമാരുതനായിക്കൊണ്ട് നബി തങ്ങളിലേക്ക് വന്ന് സമാധാനിപ്പിച്ച രംഗങ്ങൾ ധാരാളമുണ്ട്. അങ്ങനെ വരുമ്പോ അവിടുത്തെ സ്വഹാബത്ത് നബി തങ്ങളെ എങ്ങനെയാ സ്നേഹിച്ചത്, അവിടുത്തെ ഖുലഫാഉർ റാഷിദുകൾ നബി തങ്ങളെ എങ്ങനെയാ സ്നേഹിച്ചത്. ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു സമയത്ത് തന്റെ പിതാവ് അബൂ ഖുഹാഫ മുസ്ലിമായിട്ടുള്ള അവസാനം മരിക്കാനെടുക്കുന്ന സമയത്ത് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം പറയുന്നു. ഏതായാലും ആ അബൂ ഖുഹാഫ ഒരു സമയത്ത് സബ്ബൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ തെറി വിളിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്റെ പിതാവ് റസൂലുള്ളാഹി തങ്ങളെ തെറി വിളിച്ചു. ഒട്ടും സഹിക്കാൻ വയ്യാതെ, ക്ഷമിക്കാൻ കഴിഞ്ഞില്ല, സഹിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? എന്നെ എന്ത് പറഞ്ഞാലും വിഷമമില്ല, എന്നെ എന്ത് പറഞ്ഞാലും വിഷമമില്ല, മറിച്ച് അള്ളാന്റെ റസൂലിനെ എന്തെങ്കിലും പറഞ്ഞ് പരിഹസിച്ചാൽ, അള്ളാഹുവിന്റെ റസൂലിനെ കളിയാക്കിയാൽ, അള്ളാന്റെ റസൂലിനെ ചീത്ത വിളിച്ചാൽ, അള്ളാന്റെ റസൂലിനെ തെറി വിളിച്ചാൽ അതെനിക്ക് ഈ അബൂബക്കറിനെ സഹിക്കാൻ കഴിയില്ല. കാരണം ആരാ അബൂബക്കർ? ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ ഒട്ടനവധി നിരവധി സ്വർഗത്തിലേക്കും നരകത്തിലേക്കും
സംഭവബഹുലമായ ഒരുപാട് ചരിത്രപാഠങ്ങൾ അതെല്ലാം കാണിച്ചു കൊടുത്തിട്ട് അതെല്ലാം ഞാൻ കണ്ടു, ബുറാഖെന്ന വാഹനത്തിൽ പോയി എന്നൊക്കെ പറഞ്ഞപ്പോ സദഖ്ത യാ റസൂലല്ലാഹ്, നമ്മളെപ്പോലെ അതല്ലെങ്കിൽ ശങ്കിച്ചു നിൽക്കുന്നവനെ പോലെ ആ ബുറാഖ് എന്ന വാഹനത്തിന് എത്ര മൈലേജ് ആയിരുന്നോ, അത് ഇൻഷൂർ അടച്ചിരുന്നോ, അതിന് ലൈസൻസ് ഉണ്ടായിരുന്നോ, ഡ്രൈവർ ആരായിരുന്നു എന്നൊന്നും ചോദിക്കാനെന്നില്ല. നബിയല്ലേ പോയത്, നബിയല്ലേ പറഞ്ഞത്, അങ്ങ് പറഞ്ഞെങ്കിൽ അത് സത്യമാണ്, സത്യമാ. സദഖ്ത യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞത് സത്യമാണ് നബിയെ. ആ സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് എന്ന സ്ഥാനപ്പേര് കിട്ടുന്നത്. സത്യസന്ധൻ എന്നുള്ള അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആ സന്ദർഭത്തിലാണ് സത്യസന്ധൻ എന്നുള്ള അപരനാമം ബഹുമാനപ്പെട്ടവർക്ക് ലഭിക്കപ്പെടുന്നത്. എങ്കിൽ അത് നിഷേധിച്ചപ്പോ ആദ്യമായിട്ട് അതിന്റെ നിഷേധവുമായിട്ട് രംഗത്ത് വന്നത് അംർ ബിൻ ഹിശാം എന്ന് പറയുന്ന മനുഷ്യനാ. അംർ ബിൻ ഹിശാം എന്ന് പറയുന്ന മനുഷ്യൻ അത് പറഞ്ഞത് മുഹമ്മദ് പൊട്ടത്തരം പറയുകയാ. എന്താ ഈ സാധുക്കളായ സ്വഹാബത്തിനൊക്കെ അവർക്ക് വെറും വിഡ്ഢികളാ. മുഹമ്മദ് എന്തെങ്കിലും പറയുമ്പോഴേക്ക് അങ്ങപ്പാട് വിശ്വസിച്ചു പോകും. അവരൊക്കെ പൊട്ടന്മാരാണ്, പാവങ്ങളാണ്, വിവരമില്ലാത്തവരാ, വിവരദോഷികളാണെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയപ്പോ മുഹമ്മദ് പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് പറഞ്ഞപ്പോ ആ നാട് മുഴുവനും അംർ ബിൻ ഹിശാമിന് പേര് കൊടുത്തു, യാ അബാ ജഹൽ, ഓ പൊട്ടത്തരത്തിന്റെ പിതാവേ. അബൂജഹൽ എന്നുള്ള പേര് അവിടുന്ന് കിട്ടുന്നത്. അത് നിഷേധിച്ചപ്പോ വിഡിത്തത്തിന്റെ പിതാവ് എന്നുള്ള ആ അപരനാമത്തിൽ അംർ ബിൻ ഹിശാം പിന്നെ ചരിത്രത്തിൽ അംർ ബിൻ ഹിശാം എന്നുള്ള പേരിൽ പിന്നെ അറിയപ്പെട്ടിട്ടില്ല. പിന്നെ അബൂജഹൽ എന്നെ അറിയപ്പെട്ടിട്ടുള്ളൂ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നീട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നുള്ള പേരിൽ അറിയപ്പെട്ടിട്ടുള്ളൂ. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് തന്റെ പിതാവ് അബൂ ഖുഹാഫ, ബഹുമാനപ്പെട്ടവര് അബൂ ഖുഹാഫ തന്റെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സന്ദർഭത്തിൽ വെച്ചുകൊണ്ട് തന്റെ പിതാവ് ഹബീബായ നബി തങ്ങളെ ചീത്ത വിളിച്ചു. ഒന്നും നോക്കിയില്ല, പിതാവിന്റെ കാരണക്കുട്ടിക്ക് ഒന്നാണ് കൊടുത്തത്. റസൂലുള്ളാഹി തങ്ങളെ ചീത്ത വിളിച്ചു ദേഷ്യം കൊണ്ട്. ഇനി ആരും ഇന്ന് വാപ്പാനെ തല്ലാൻ കൊണ്ട് സ്വന്തം പിതാവ് ചീത്ത പറഞ്ഞപ്പോ, സ്വന്തം പിതാവ് അള്ളാഹുവിന്റെ ഹബീബിനെ ചീത്ത പറഞ്ഞപ്പോൾ അതൊട്ടും സഹിക്കാനായില്ല. ഹദീസിൽ കാണാം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ പിതാവിന്റെ കരണക്കുറ്റി കൊന്നണം കൊടുത്ത് ഫസഖത അലൽ അർളി, നിലത്ത് ബോധരഹിതനായിട്ട് വീണു. വിവരം സഹാബത്ത് നബി തങ്ങളെ അറിയിച്ചു. സഹാബത്ത് നബി തങ്ങളെ വിവരം അറിയിച്ചു. ആ സമയത്ത് സിദ്ദീഖിനെ അങ്ങോട്ട് വിളിക്കുകയെന്ന് പറഞ്ഞു. ആരാ അവനോട് ഇപ്പണി ചെയ്യാൻ പറഞ്ഞത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ നബിയേ, അങ്ങയെക്കുറിച്ച് എന്റെ പിതാവ് എന്റെ മുമ്പിൽ നിന്ന് ചീത്ത പറഞ്ഞപ്പോ എനിക്ക് ഒട്ടും സഹിക്കാനായില്ല. ഞാനതങ്ങ് എന്റെ കയ്യിൽ ഒരു വാളുണ്ടായിരുന്നെങ്കിൽ അഖ്തുലു യാ റസൂലല്ലാഹ്, ഞാൻ ലഖതൽതുഹു യാ റസൂലല്ലാഹ്, എന്റെ കയ്യിൽ ആ സമയത്തൊരു വാളെങ്ങാനും ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ പിതാവിനെ ഞാൻ അവിടെ വെട്ടിവധിക്കുമായിരുന്നു എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ താക്കീദിന്റെ സ്വരത്തിൽ പറഞ്ഞു, ലാ തഉദ് യാ അബൂബക്കർ, അബൂബക്കറെ ഈ പണി ഇനി ഒരിക്കലും ആവർത്തിക്കല്ല. ഇനി ഒരിക്കലും എന്നെ ചീത്ത പറഞ്ഞതിന്റെ പേരിലോ എന്നെ എന്തെങ്കിലും രീതിയിൽ കളിയാക്കിയതിന്റെ പരിഹസിച്ചതിന്റെ പേരിലോ ഒരു തരത്തിലും എന്നെ വിഷമിച്ച ആളുകളെ ഒരു തരത്തിലും അങ്ങ് വിഷമിപ്പിക്കല്ല, ദ്രോഹിക്കല്ല, ദേഹോപദ്രവം നടക്കില്ല. കാരണം എന്താ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവ്വലോകർക്കും കരുണയായിട്ട് മാത്രമാണ് എന്നെ ഈ ദുനിയാവിലേക്ക് അല്ലാഹു അയച്ചിട്ടുള്ളത്. ഞാൻ കാരണമായിട്ട് ഒരാളുടെ രക്തം ഇവിടെ ചിന്താൻ പാടില്ല, ഒരാളും വേദനിക്കാൻ പാടില്ല, ഒരാളും വിഷമിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെയല്ലേ പല ആളുകളും നബി തങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോഴും ശത്രുക്കളാണെന്നോ മിത്രങ്ങളെന്നോ നോക്കാതെ പുഞ്ചിരിയോടുകൂടി അവരെ സ്വീകരിച്ചുകൊണ്ട്, പുഞ്ചിരിയോടുകൂടി അവരെ സമീപിച്ചുകൊണ്ടായിരുന്നു നബി തങ്ങളുടെ സമീപനം. നബി തങ്ങളുടെ സ്വഭാവം ആ രീതിയിലായിരുന്നു. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് താക്കീദിന്റെ സ്വരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തഉദ് യാ അബൂബക്കർ, ഓ അബൂബക്കറേ
ഇനി ഈ പണി ആവർത്തിക്കല്ലേ അബൂബക്കറേ. ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഒരുപാട് സ്വത്തുക്കളുണ്ടായിരുന്നു, ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, ഒരുപാട് പറമ്പുകളുണ്ടായിരുന്നു. ഇതൊക്കെയും തന്റെ ഇഷ്ടത്തോഴനായ തന്റെ ഏറ്റവും വലിയ സുഹൃത്തായ അദ്ഖിലുൽ ഹബീബ അലൽ ഹബീബ് അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ബൈത്തുൽ മാലിലേക്കും മറ്റുമൊക്കെയായിട്ട് അള്ളാന്റെ റസൂല് ആവശ്യപ്പെട്ടപ്പോ അതങ്ങ് വെറുതെ കൊടുത്തു. എന്നതുപോലെയുള്ള വിശാലമായ വലിയ വലിയ തോട്ടങ്ങളൊക്കെ അള്ളാന്റെ ദീനിന് വേണ്ടി കൊടുത്തുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അള്ളാന്റെ ഇഷ്ടത്തോടന അള്ളാന്റെ റസൂലിന്റെ സഹചാരിയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്നേഹിച്ചത് ആ രീതിയിലാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്നേഹിച്ചത് ആ രീതിയിലാണ്. എല്ലാ സ്വത്തുക്കളും കൊടുത്തു, എല്ലാ സമ്പത്തും പരിശുദ്ധ ദീനിന് വേണ്ടി കൊടുത്തു. അള്ളാന്റെ റസൂലല്ലേ ചോദിച്ചിട്ടുള്ളത്, കൊടുക്കാതിരിക്കാൻ പറ്റുമോ, നൽകാതിരിക്കാൻ പറ്റുമോ? അതങ്ങവിടെ നബിതങ്ങളെ ചോദിച്ചപ്പോഴേക്കും മുഴുവൻ സമർപ്പിക്കുകയാ. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖാറിഫയിൽ നബിതങ്ങളോട് കൂടെ നടക്കുമ്പോ നബിതങ്ങളെ ചുമലിലേറ്റിയിട്ട് കാല് ക്രോസാക്കി വെച്ച് നടന്നിട്ടുണ്ട്. പ്രയാസം മനസ്സിലാക്കണം. നബിതങ്ങളെ ചുമലിൽ പിടിച്ചുകൊണ്ട് കാലിങ്ങനെ ക്രോസായി വെച്ചിങ്ങനെ നടന്നിട്ടുണ്ട്. ഇതൊരു മനുഷ്യന്റെ കാലാണ് എന്ന് തോന്നരുത്. തോന്നിപ്പോയാൽ ശത്രുക്കൾ ഞങ്ങളെ പിന്തുടരും, അള്ളാന്റെ റസൂലിന് പരിക്കേൽക്കും എന്ന് വിചാരിച്ചിട്ട് നബിതങ്ങളെ ചുമലിലേറ്റിയിട്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് കാല് ക്രോസാക്കി വെച്ചുകൊണ്ട് നടന്നുപോയി. ആർക്കാ അതിനൊക്കെ മനസ്സ് വരിക? അതൊക്കെയാണ് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള വല്ലാത്ത സ്നേഹം കാരണമായിട്ട് സംഭവിക്കുന്നതൊക്കെ. അപ്പൊ എന്തും ചെയ്യാൻ തയ്യാറാകും, എന്തും സഹിക്കാൻ തയ്യാറാകും, ഒന്നും വിഷമമായിട്ട് തോന്നുകയില്ല. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖാറിഫയിൽ വന്നപ്പോ നബിതങ്ങളോട് കൂടപ്പെട്ടപ്പോ നബിതങ്ങൾ തന്റെ മടിയിൽ തലവെച്ച് കിടന്നിറങ്ങുന്ന സന്ദർഭത്തില് മനസ്സിലാക്കണം, നബിയു ഔലാദുൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഏതൊരു ശരീരത്തിനും തങ്ങളുടെ ശരീരത്തെക്കാൾ നബിയായിരിക്കണം ഏറ്റവും ബന്ധപ്പെട്ടത്, നബിയായിരിക്കണം ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം എന്തേ? അതൊക്കെ മനസ്സിലാക്കി തരുന്ന, ഈ ആയത്തിന്റെ ധ്വനി മനസ്സിലാക്കി തരുന്ന മഹത്തായ സംഭവങ്ങളാണ്. അതിൽപ്പെട്ട ഒന്നാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെ റസൂലുള്ളാഹി തങ്ങളോട് കൂടെ ഈ ഗുഹയിൽ അകപ്പെട്ട സംഭവം. ആ സന്ദർഭത്തില് തന്റെ മടിയിൽ തലവെച്ച് കിടന്നിറങ്ങുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉറക്ക് നഷ്ടപ്പെടുമോ എന്ന് തോന്നിയപ്പോ ഉറക്ക് നഷ്ടപ്പെടല്ലെന്ന് വിചാരിച്ചുകൊണ്ട് തന്റെ കാലിൽ പൊത്തിപ്പിടിച്ച മാളത്തിൽ നിന്നൊരു പാമ്പ് കൊത്തിവലിച്ചപ്പോ, ഒരു പാമ്പ് കടിച്ചപ്പോ, വിഷമുള്ള പാമ്പ് കടിച്ചപ്പോ വല്ലാതെ വേദനിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് കരഞ്ഞപ്പോഴും ഒരു അനക്കവും സംഭവിച്ചിട്ടില്ല. കാരണം എന്തേ? അള്ളാന്റെ ഇഷ്ടഹബീബായ റസൂലാണ് തന്റെ മടിയിൽ കിടന്നിറങ്ങുന്നത്. ആ റസൂലിനൊരു ക്ഷീണവും സംഭവിച്ചുകൂടാ. ആ റസൂല് ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അത്രയധികം സഹിക്കാൻ തയ്യാറായെങ്കിൽ അത് സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ, ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അന്നബിയ്യു ഔലാദുൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സ്വന്തം ശരീരത്തേക്കാൾ നബിതങ്ങളായിരിക്കണം ഏറ്റവും ബന്ധപ്പെട്ടത്. അത് തന്നെയല്ലേ ബിലാൽ റളിയല്ലാഹു അൻഹുവിൽ കാണുന്നത്, അത് തന്നെയല്ലേ സുഹൈബ് റളിയല്ലാഹു അൻഹുവിൽ കാണുന്നത്, അത് തന്നെയല്ലേ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിൽ കാണുന്നത്, അത് തന്നെയല്ലേ ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹുവിൽ കാണുന്നത്. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കുമരത്തിൽ കൊല്ലാൻ വേണ്ടിയിട്ട് തന്റെ യജമാനന്മാരും സംഘവും കൂട്ടിക്കൊണ്ടുപോകുമ്പോ, ഓ ഹുബൈബേ, ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് പിന്മാറാൻ ഞാൻ തയ്യാറാണെന്നുള്ള ഒരൊറ്റ വാക്ക് തന്നാൽ മതി, എന്നാൽ ഹുദൈബേ നിന്നെ വെറുതെ വിടാ എന്ന് പറഞ്ഞ ആ ഹുദൈബ് ഉണ്ടല്ലോ, ആ ഹുദൈബ് ആ സമയത്ത് പറയുകയാണ്, ഇല്ല 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 ഇല്ല, എന്ത് തന്നെ നിങ്ങൾ എന്നെ ചെയ്താലും മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് പിന്മാറാൻ ഞാൻ തയ്യാറാണ്. സ്നേഹം
സുഹൈബ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു എത്രയെത്ര ത്യാഗങ്ങളാ അവരൊക്കെ സഹിച്ചത്. നടുറോട്ടിലൂടെ വെറും തോർത്തുമുണ്ടിൽ ചുറ്റിക്കൊണ്ട് അങ്ങാടിയിലൂടെ ചുറ്റി നടന്നുകൊണ്ട് ആ യാസ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തെ വല്ലാതെ ക്രൂരമായി മർദ്ദിച്ചുവെങ്കിൽ, ക്രൂരമായിട്ട് പീഡിപ്പിച്ചുവെങ്കിൽ, ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങളത് കണ്ടുപോകുമ്പോ, അതിലൂടെ കടന്നു പോകുമ്പോ പറയുന്നു, സുബ്രൻ ആല യാസിർ, ഓ യാസിറിന്റെ കുടുംബമേ, നിങ്ങൾക്ക് ക്ഷമ വലിയ ആയുധമായി നിങ്ങൾ സ്വീകരിച്ചാൽ മആബുകുമുൽ ജന്ന, നിങ്ങൾക്ക് ചെല്ലാനുള്ള ഇടം സ്വർഗമാണ്, സ്വർഗമാ. അല്ലാതെ നബി തങ്ങൾക്ക് തങ്ങളുടെ ശരീരം കൊണ്ടവിടെ പ്രതിരോധിക്കാൻ കഴിയില്ല. ശത്രുക്കളെ പീഡിപ്പിക്കുകയാ, ചാട്ടവാറ് കൊണ്ട് തല്ലി 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 ചതച്ചുകൊണ്ട് അങ്ങാടിയോടെ വെറും തോർത്തുമുണ്ടിൽ ചുറ്റി പായിപ്പിക്കുകയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സുബ്രൻ ആല യാസിർ, യാസിറിന്റെ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കുക, മആബുകുമുൽ ജന്ന, നിങ്ങൾക്ക് ചെല്ലാനുള്ള ഇടം സ്വർഗമാണ്, സ്വർഗമാ. നിങ്ങൾക്ക് ചെല്ലാനുള്ള ഇടം സ്വർഗമാണ്, ക്ഷമിച്ചോളൂ. ആ വാക്ക് കിട്ടി അവരെല്ലാം ആത്മധൈര്യത്തോടുകൂടി സ്വീകരിച്ചു. അവരൊക്കെയും സ്വർഗത്തിൽ പ്രവേശിച്ചു. യുവത്വം മുഴുവനും അവർ സത്യാദർശത്തിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ട് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും പ്രീതിക്ക് വേണ്ടി ജീവിച്ച് മത്സരിച്ച് വിജയിച്ചവരാവരൊക്കെ. അവരെല്ലാം അള്ളാഹുവിന്റെ തൃപ്തി മനസ്സിലാക്കി കരസ്ഥമാക്കി കഴിഞ്ഞു. പിന്നീടതാ ബിലാൽ ഇബ്നു റബാഹ്, ഈ ലോകത്തെ തന്നെ ആദ്യത്തെ ബാങ്ക് വിളിക്കാരനായ ബിലാൽ ഇബ്നു റബാഹ്, പാടി ബിലാൽ എന്ന പൂങ്കുയില് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ബഹുമാനപ്പെട്ട കവികളൊക്കെ എത്രയെത്രയാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പാടിപ്പുകഴ്ത്തിയത്. ആ ബിലാൽ റളിയല്ലാഹുവിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ കാരണമെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാത്ത സഹിച്ചുകൊണ്ട്, നബി തങ്ങൾക്ക് വേണ്ടി എല്ലാം സഹിച്ചുകൊണ്ട്, കറുകറുത്ത ബിലാലിനെയും വിളവെളുത്ത സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനെയും ഒരൊറ്റ ചരടിൽ കോർത്തിണക്കിക്കൊണ്ട്, നിങ്ങളെല്ലാം എന്റെ ഉമ്മത്താ, കറുത്തവനെന്ന വ്യത്യാസമില്ല, വെളുത്തവനെന്ന വ്യത്യാസമില്ല, പണ്ഡിതനെന്ന വ്യത്യാസമില്ല, പാമരന്റെ വ്യത്യാസമില്ല, പണക്കാരനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ല, എല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ തുല്യരാ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാ അല്ലാഹുവിന്റെ അടുക്കൽ ആദരവുള്ളവരെന്ന പരിശുദ്ധ ഖുർആൻ. ബിലാൽ റളിയല്ലാഹു അൻഹുക്ക് ആദരവ് കിട്ടിയ ആളുകളാ, ആ ആദരവ് കിട്ടിയ ആളുകളാ. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ തന്റെ യജമാനനാകുന്ന ഉമയ്യത്ത്, ആ ഉമയ്യത്തിന്റെ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരുപാട് വർഷങ്ങളോളം, ഒരുപാട് കാലങ്ങളോളം അവിടെ അടിമപ്പണി എടുത്തുകൊണ്ട് വല്ലാത്ത പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് അതാ ഒരു സമയത്ത് ചുട്ടുകൊള്ളുന്ന മണലാരണ്യത്തില് നെഞ്ഞത്തൊരു പാറകല്ല് കയറ്റി വെച്ചുകൊണ്ട് ബിലാലിനെ അതാ വലിച്ചഴയ്ക്കുകയാ. ബിലാലിന്റെ കഴുത്തിൽ കയറ് കെട്ടിയിട്ട് ഉമയ്യത്ത് തന്റെ അടിമകളോട് പറയുന്നു, വലിക്കണ, ആ ബിലാലിനങ്ങ് വലിച്ചുകൊണ്ടുപോകും, അവൻ നരകിച്ച് ജീവിക്കട്ടെ. അവൻ കത്തിയാളുന്ന ഈ ചുട്ടുകൊള്ളുന്ന മണലാരണ്യത്തില് വെയിലിന്റെ ചൂടേറ്റുകൊണ്ട്, പാറക്കല്ലിന്റെ ധാരമേറ്റുകൊണ്ട് അവനങ്ങ് നരകിച്ച് ജീവിക്കട്ടെ. ഇത് തന്നെയാ, നീ മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് മാറാൻ തയ്യാറാണെങ്കിൽ നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്താം. അല്ലാഹു അഹദ്. ആ സമയമൊക്കെയും ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അല്ലാഹു ഏകനാണ്, അല്ലാഹു ഏകനാ. ആ സമയത്തൊക്കെ ആർജവത്തോടുകൂടി, സന്തോഷത്തോടുകൂടി അവർ എന്ത് പീഡനം അധികമാക്കുമ്പോഴും ബിലാൽ റളിയല്ലാഹു അൻഹുവിന് സന്തോഷം കൂടുകയാ, ധൈര്യം കൂടുകയാ. അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണെന്നുള്ള ആ സത്യത്തിന്റെ വിളിയതാ, ആ സത്യത്തിന്റെ വിളിയാളം അവിടെ മുഴങ്ങുകയാ. അത് കണ്ടുകൊണ്ടുവരുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് പിന്നീട് നിങ്ങൾക്ക് എന്ത് വില വേണമെങ്കിലും ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉമയ്യത്തിന്റെ കയ്യിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയിട്ട് മോചിപ്പിക്കുകയാ. അന്ന് തൊട്ടേ ബിലാൽ റളിയല്ലാഹുവിന് ഒരു മോഹമുണ്ട്. എന്നെ ക്രൂരമായി പീഡിപ്പിച്ച മർദ്ദനമേൽപ്പിച്ച ആ ഉമയ്യത്തെന്ന ക്രൂരനായ എന്റെ യജമാനന് ഈ കൈ കൊണ്ട് തന്നെ ഞാൻ വകവരുത്തുന്ന ഒരു വാചകമുണ്ടായിരുന്നു, ഒരു തീരുമാനമുണ്ടായിരുന്നു. ആ തീരുമാനം നടപ്പിലായത് എന്നാണെന്നോ യൗമൽ ഫുർഖാൻ യൗമൽ തഖൽ ജംആൻ. ശത്രുക്കളും മുസ്ലിമുകളും ബദറിന്റെ രണാങ്കണത്തിൽ കണ്ടുമുട്ടിയപ്പോ അതാ ബിലാലിന് തക്കമും ഒത്തുകിട്ടുകയാണ്, സമയം ഒത്തുവരികയാണ്. തന്റെ യജമാനനെ കയ്യിൽ കിട്ടുകയാണ്. വാളുകൊണ്ട് ഒരൊറ്റ വെട്ടങ്ങ് കൊടുത്തു ബിസ്മില്ലാഹ്.
തന്റെ യജമാനൻ തന്റെ കൈ കൊണ്ട് തന്നെ വകവരുത്തണമെന്ന് വല്ലാത്ത ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അത് ബദറിന്റെ രണാങ്കണത്തിന് അങ്ങ് നടപ്പിലാക്കി കഴിഞ്ഞു. ആ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളെ വഫാത്തായപ്പോൾ വല്ലാത്ത സങ്കടമായി. റസൂലുള്ളാഹി തങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു, വല്ലാതെ സ്നേഹിച്ചു കഴിഞ്ഞു, വല്ലാതെ ആത്മാർത്ഥമായിട്ട് പ്രിയപ്പെട്ടു കഴിഞ്ഞു. ആ ബിലാൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ ബാങ്ക് വിളിക്കാരനാ. റസൂലുള്ളാഹി തങ്ങളെ വഫാത്തിന് ശേഷം ബിലാൽ റളിയല്ലാഹു പറയുകയാ, അല്ലാഹുവിന്റെ റസൂലില്ലാത്ത മദീനയിൽ ഇനി എനിക്ക് ബാങ്ക് വിളിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ ഇല്ലാത്ത മദീനയിൽ ഇനി എനിക്ക് ബാങ്ക് വിളിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ നാമം എന്റെ നാവ് കൊണ്ടൊരു വിടാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവുകയാ. സ്വഹാബത്ത് എല്ലാവരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇവിടേക്കാ ബിലാലെ അങ്ങ് പോകുന്നത്, ഇനി ആരാ ബാങ്ക് വിളിക്കുക? അങ്ങനെ ഇവിടെ നിന്ന് പോവുകയാണോ? അങ്ങെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പള്ളിയിൽ എന്ന് വിളിച്ചു പറയുമ്പോ ആ പേര് ബിലാലെ അങ്ങയുടെ നാവിൽ നിന്ന് കേൾക്കുമ്പോ ഞങ്ങൾക്ക് വല്ലാത്ത ആനന്ദമാ, വല്ലാത്ത സന്തോഷമാ. ആ സന്ദർഭത്തിൽ ബിലാൽ റളിയല്ലാഹു പറയുകയാണ്, ഇല്ല, എനിക്കിനിവിടെ നിൽക്കാൻ കഴിയുകയില്ല, എനിക്കിനിവിടെ നിൽക്കാൻ കഴിയുകയില്ല. ആ ബിലാൽ റളിയല്ലാഹു അൻഹു മദീന വിട്ടു പോവുകയാ. പിന്നീട് ഒരിക്കൽ വന്നപ്പോ അവിടേക്ക് കടന്നു വന്ന ബിലാലിനോട് പറയുന്ന മദീനത്തെ വാസികൾ പറയുന്നു, ബിലാലെ ഒന്ന് ബാങ്ക് വിളിക്കൂ, ഒന്ന് ബാങ്ക് വിളിക്കൂ എന്ന് പറഞ്ഞപ്പോ എല്ലാവരുടെയും നിർബന്ധ പ്രകാരം ബാങ്ക് വിളിച്ചു. ബാങ്ക് വിളിച്ചിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞെങ്ങ് നിർത്തി. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ആ വരി പറയാൻ പോലും തുടങ്ങാൻ പോലും ബിലാലിന് കഴിയുന്നില്ല. ഇല്ല, ഈ ബിലാലിന് അല്ലാഹുവിന്റെ റസൂലില്ലാത്ത മദീനയിൽ ബാങ്ക് വിളിക്കാൻ കഴിയില്ല. തളർന്ന് വീണ് പോവുകയാ. ആ ബാങ്ക് പൂർത്തിയാക്കാൻ ബിലാലിനെ കൊണ്ട് കഴിഞ്ഞില്ല. നബി തങ്ങളോടുള്ള വല്ലാത്ത സ്നേഹമാ, നബി തങ്ങളോടുള്ള വല്ലാത്ത സ്നേഹം കാരണത്താലാ അങ്ങനെ കഴിയാതെ പോയത്. റസൂലുള്ളാഹി തങ്ങളില്ലാത്ത മദീനയിൽ എനിക്കിനി ബാങ്ക് വിളിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് വിട്ടുപോയി, അവിടുന്ന് പിരിഞ്ഞുപോയി. ബിലാൽ റളിയല്ലാഹു സങ്കടം താങ്ങാനാവാതെ പിന്നീടോ ഒരു കാലത്ത് ഇസ്ലാമിന്റെ മക്കളെ അള്ളാഹുവിന്റെ റസൂലിനെയും അവിടുത്തെ 10-39 വരുന്ന ചെറുപ്പക്കാരെയും വല്ലാതെ പീഡിപ്പിച്ചിരുന്ന പരിശുദ്ധ ഇസ്ലാമിനെ പുറത്തേക്ക് വിടാൻ സമ്മതിക്കാതിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് എല്ലാവിധ വേണ്ടാത്തരങ്ങൾക്കും തമ്മാടിത്തരങ്ങൾക്കും എല്ലാവിധ വേണ്ടാത്തരങ്ങൾക്കും എല്ലാവിധ തമ്മാടിത്തരങ്ങൾക്കും നേതൃത്വം നൽകിയിരുന്ന ഉമർ, ഖത്താബിന്റെ മകൻ ഉമർ അറേബ്യ ലോകം മുഴുവൻ സർട്ടിഫിക്കറ്റ് എഴുതി ലാ യസ്ലുഹു ഉമർ ഇബ്നുൽ ഖത്താബ് ഹത്താ യസ്ലുഹ ഹിമാറുൽ ഖത്താബ്. ഖത്താബിന്റെ വീട്ടിൽ അവനെ വളർത്തുന്ന കഴുത മുസ്ലിമായാലും ഉമർ നന്നാകാൻ പോകുന്നില്ല. എല്ലാവരും സർട്ടിഫിക്കറ്റ് കൊടുത്തതാ, എല്ലാവരും അംഗീകാരം കൊടുത്തതാ. എന്ത്? ഖത്താബിന്റെ മകൻ ഖത്താബിന്റെ വീട്ടിൽ വളർത്തുന്ന കഴുത മുസ്ലിമായാലും ഉമർ നന്നാവും തോന്നണില്ല. ഉമർ നന്നാവൂല. എല്ലാരും അംഗീകാരപത്രം കൊടുത്തതാണ്. ആ ഉമർ തന്റെ 27ാമത്തെ വയസ്സിൽ അതാ ഇസ്ലാമിന്റെ സൽപാന്താവിലേക്ക് വരികയാ. ഏത് ഉമർ? ഒരു കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ വേണ്ടിയിട്ട് തന്റെ പടവാളുമായിട്ട് മക്കത്തെ ജബലുകൾ കീടുകീടത്തെ ശക്തനാമുമാറിന്റെ ഭാര്യവിനത്തെ അക്കൊറ്റ മുഹമ്മദൻ ശിരസെടുത്ത് ഇക്കയിൽ കൊണ്ടുവരുമെന്ന് ഗർജിച്ച് പടവാളൂരിയെടുത്ത് ഉമറത് കുതിര പുറത്ത് ഉശിരത കാണിച്ചിട്ട് ഉടനടി പുറപ്പെട്ട് ഉമറിന്റെ ദീപം ഉലകിന്റെ തെളി ദീപം എടുക്കുവാൻ വേണ്ടി ഒരു കാലത്ത് ഉമർ ഇബ്നുൽ ഖത്താബ്, ആ ഉമർ ഖത്താബിന്റെ മകൻ ഉമർ എന്ന് പറയുന്ന ആ ക്രൂരനായ മനുഷ്യന് അന്ന് ക്രൂരനായിരുന്നു. എല്ലാവിധ തമ്മാടിത്തരങ്ങൾക്കും നേതൃത്വം കൊടുത്ത ആളായിരുന്നു. ആ ഉമറദാ ഒരു സമയത്ത് അള്ളാന്റെ റസൂലിന്റെ ശിരസ്സടിക്കാൻ വേണ്ടിയിട്ട് ഒരു പിടിച്ച വാളുമായി
വാളുമായിട്ട് അതാ പോകുമ്പോ മുഹമ്മദിന്റെ ശിരസ് എടുത്തിട്ട് ഇനി ഉമർ അടങ്ങുകയുള്ളൂ. ഏത് ഉമറാ? വീട്ടിൽ കിടത്തിയിറക്കുന്ന തൊട്ടിലിൽ താരാട്ടുപാട്ട് കിടത്തിയിറക്കുന്ന മക്കള് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ, അവരുറങ്ങാതെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ അന്നത്തെ ഉമ്മമാര് പറയും, മോനെ ഉമർ വരുന്നുണ്ട്, വേണമെങ്കിൽ ഉറങ്ങിക്കോന്ന് പറയും. ഉമർ വരുന്നുണ്ട്, വേണമെങ്കിൽ ഉറങ്ങിക്കോ. ആ പേര് കേട്ടാ കുട്ടികൾക്ക് വരെ പേടിയാണ്. കുട്ടികൾക്ക് വരെ പേടിയാണ്. ആ പേര് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഉമർ വരുന്നുണ്ട്, വേണമെങ്കിൽ ഉറങ്ങിക്കോ എന്ന് പറയുന്ന അത്തരം സന്ദർഭത്തിലുണ്ടായിരുന്ന അത്തരം സ്വഭാവക്കാരനായിരുന്ന ആ ഉമറത തന്റെ 27ാമത്തെ വയസ്സിലതാ ഇസ്ലാമിന്റെ സൽപാന്താവിലേക്ക് കടന്നു വരികയാ. ബഹുമാനപ്പെട്ട OM കരുവാറ് കൊണ്ടത്ര ഭംഗിയായിട്ടാണത് പറയുന്നത്. ഉമറിനുള്ളിൽ പെട്ടരയുണ്ടൊരു മാറ്റം, ഉരുകും മങ്കയാൽ ഫാത്തിമ കണ്ടൊരു മാറ്റം, ഉലകിലേക്ക് ചിത്രമൊത്തൊരു മോറ്റം, ഉദവിയുണ്ടത രണ്ടിലയുണ്ടൊരു കേറ്റം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ 27ാമത്തെ വയസ്സിൽ സത്യത്തിന്റെ സൽപാന്താവിലേക്ക് കടന്നു വരികയാ. എങ്ങനെയാ കടന്നു വരുന്നത്? തന്റെ പെങ്ങളാകുന്ന ഫാത്തിമയും അളിയനും ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുള്ള വിവരം കിട്ടുകയാ. വഴിയിൽ വെച്ചുകൊണ്ട് എവിടെ പോകുമ്പോഴാ മുഹമ്മദിനെ വധിക്കാൻ വേണ്ടിയിട്ട് ഊരിപ്പിടിച്ച വാളുമായിട്ട് പോകുമ്പോ അതാ നിൽക്ക് ഉമറേ, നീ എവിടേക്കാ പോകുന്നത്? ഞാൻ ഈ വാളുകൊണ്ട് മുഹമ്മദിന്റെ തലയെടുത്തിട്ട് ആ തല എന്റെ ഈ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ ഇതാ ഇവിടേക്ക് തന്നെ തിരിച്ചു വരാൻ പോകുകയാ. എന്നാൽ അവിടെ നിൽക്ക് ഒരു കാര്യം പറയട്ടെ, നിന്റെ പെങ്ങളും നിന്റെ അളിയനും മുസ്ലിമായ കാര്യം നീ അറിഞ്ഞിട്ടുണ്ടോ? നിന്റെ പെങ്ങളും അളിയനും മുസ്ലിമായി വരും നീ അറിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ മുഹമ്മദിന്റെ നബി തങ്ങളെ തലയെടുക്കാൻ വേണ്ടി പുറപ്പെട്ട ഉമറത തിരിച്ച് തങ്ങളെ വീട്ടിലേക്ക് പോകുമ്പോ ആ സമയത്ത് അവിടെ അവർക്ക് ഖുർആന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാ. ആരാ? സ്വഹാബികളിൽപ്പെട്ട ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു അവർക്ക് ഖുർആനിന്റെ ഓത്തിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാ. അകത്ത് നിന്ന് ഖുർആന്റെ സ്വരം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. തുറക്കടേ വാതിൽ എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഉമറിനെ വളരെ വിദൂരത്തിൽ കണ്ടന ദേശരോഷാകുലനായിട്ട് വരുന്ന ഉമറിനെ കാണുക. പെങ്ങളത് കണ്ടപ്പോഴേക്കും ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു അല്ല സഹോദരനിലേക്ക എന്ന് വിളിച്ചുകൊണ്ടതാ പറയുന്നു. ഉമറല്ലേ വരുന്നത്? ഖബ്ബാബിൽ അറത്തിന് വല്ല കേടും സംഭവിക്കുമോ? ഖബ്ബാബിൽ അറത്തിന് ഉമർ എന്തെങ്കിലും ചെയ്യുമോ? എന്നെയും നിങ്ങളെയും ചെയ്താൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഈ ഖുർആൻ പഠിപ്പിക്കുന്ന ഖബ്ബാബിനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽ ഖുർആൻ പഠിപ്പിക്കാൻ പിന്നെ ആളില്ലാതായി പോകും. അതുകൊണ്ട് ഖബ്ബാബിനെ ഒരു സ്ഥലത്ത് നമുക്ക് ഒളിപ്പിച്ച് നിർത്താം. അതിനുവേണ്ടി തീരുമാനിക്കുകയാ, അതിനുവേണ്ടി ഒരുങ്ങുകയാ. അങ്ങനെ അതാ വാതിൽ കൊട്ടിയടയ്ക്കുകയാ. ഉമർ വരുന്നത് കണ്ടപ്പോ വാതിലങ്ങ് കൊട്ടിയടയ്ക്കുകയാ. ആ സമയത്ത് രോഷാകുലനായിട്ട് അവിടേക്ക് കടന്നു വരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് ആ സമയത്ത് അതാ തുറക്കടി വാതിലെന്ന് പറഞ്ഞുകൊണ്ട് ആ വാതിലൊരു ചവിട്ട് കൊടുക്കുകയാ. ഒരൊറ്റ ചവിട്ടിനതിന് പൊളിഞ്ഞു വീടുകയാ. ാകുലനായിട്ട് വന്ന ഉമർ റളിയല്ലാഹു അൻഹു അന്ന് ക്രൂരനായ ഉമർ, ആ ഉമർ അതാ സന്തോഷത്തോടുകൂടി നിങ്ങൾ ഓതിയ ഖുർആൻ ഒന്ന് കാണിച്ചു തരൂ, സന്തോഷം തോന്നുകയാണ്. പക്ഷേ ഈ ഖുർആൻ അങ്ങനെ വൃത്തിയില്ലാത്തവർക്ക് തരാൻ പറ്റൂല. കുളിച്ച് ഫ്രഷായി ഇങ്ങോട്ട് വാ, അപ്പൊ ഖുർആൻ അങ്ങ് തരാം. ഒരു വാക്ക് പോലും മിണ്ടാൻ ധൈര്യപ്പെടാത്ത പെങ്ങളാ പറയുന്നത്. എന്ത് തന്നെ സംഭവിച്ചാലും വേണ്ടില്ല, സത്യമങ്ങ് തുറന്നു പറയാൻ തീരുമാനിച്ചു. അല്ല ഫാത്തിമ, നീ ഇസ്ലാം സ്വീകരിച്ചോ? അതേ, ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. എന്തേ? അതേ, ഞാനും അളിയനും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. എന്തേ എന്ന് പറഞ്ഞപ്പോ അതാ ഖുർആൻ ചോദിക്കുന്നു. അങ്ങനെ ഖുർആൻ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ത്വഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ എന്ന് തുടങ്ങുന്ന ത്വഹാ സൂറത്തിലെ ഏതാനും വരികളങ്ങ് ഓതി കേട്ടപ്പോഴേക്കും ഉമറിന്റെ ഉള്ളിലെ വല്ലാത്ത സന്തോഷം അലതല്ലുകയാ. അങ്ങനെ അതാ ഇലാ ഹളറത്ത് നബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ദാറുൽ അർഖമിൽ നബി തങ്ങളും 10-39 വരുന്ന ചെറുപ്പക്കാരും വളരെ രഹസ്യമായിട്ട് ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദാറുൽ അർഖമിലേക്ക് പോവുകയാ. അങ്ങനെ ഉമർ വരുന്നത് കണ്ട ഹംസ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയെ ഭയപ്പെടേണ്ട, നബിയെ ഭയപ്പെടേണ്ട. ആ ഉമർ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവനെ വകവരുത്തുന്ന കാര്യം ഞാൻ ഏറ്റെടുത്തുകൊള്ളാമെന്ന് ഹംസ റളിയല്ലാഹു അൻഹു. ഏത് ഹംസ? വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി തന്തിയ സേവാബിമാറേടാ ഉമർ നബി മഹ്മൂദ് ഹൗലിന് വെള്ളം കുടിക്കുന്നു നാരേടാ. ബദറിന്റെ രണാങ്കണത്തില് അസ്വദ് എന്ന് പറയുന്ന മുശ്രിക്കുകളുടെ കൂട്ടത്തിലെ ശത്രുപക്ഷത്തിലെ അസ്വദ് എന്ന് പറയുന്ന ആ ക്രൂരനായ മനുഷ്യന് ഹബീബായ നബി തങ്ങളെ തന്റെ സ്വഹാബത്തിനും തങ്ങൾക്കും വേണ്ടിയിട്ട് വുളൂ ചെയ്യാൻ വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള വെള്ളത്തിന്റെ തടാകം, ഒരു ചെറിയ കുഴി, അവിടേക്ക് ആദ്യമായിട്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ശത്രുപക്ഷത്ത് നിന്ന് അത് ഇല്ലാതെയാക്കാൻ വേണ്ടി വന്നപ്പോ ധൈര്യസമേതം അവനെ മുന്നിട്ട് കൊണ്ട് നേരിട്ട ഹംസ റളിയല്ലാഹു അൻഹു അന്നേ ഹബീബിന് ധൈര്യം കൊടുത്തുകൊണ്ട് പറഞ്ഞു, നബിയെ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ഒന്നുകൊണ്ടും അങ്ങ് ഭയപ്പെടേണ്ട നബിയേ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ കൂടെ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങയുടെ കൂടെ. ഉമർ എന്തെങ്കിലും രീതിയിൽ അങ്ങയെ ദേഹോപദ്രവം വരുത്തുകയാണെങ്കിൽ ഉമറിനെ വകവരുത്തുന്ന കാര്യം ഈ ഹംസ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അതാ ഉമറങ്ങ് വരുമ്പോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടതാ ഇസ്ലാം മതം സ്വീകരിക്കുകയാ. ഷഹാദുകൾ കൂട്ടത്തോടെ തക്ബീർ ചൊല്ലുകയാ. 27 വയസ്സുള്ള ചെറുചെറുപ്പക്കാരൻ അവിടേക്ക് കിട്ടിയിരിക്കുകയാ. അതുവരെ ആ ഉമറിനെ പേടിച്ചുകൊണ്ടായിരുന്നു പരസ്യ പ്രബോധനത്തിന് അവർ വിലങ്ങായിട്ട് നിന്നിരുന്നത്. പക്ഷേ ആ ഉമർ ചോദിക്കുകയാണ്, അലസ്നാൽ ഹഖ് യാ റസൂലല്ലാഹ്, എന്താ നബിയെ നമ്മൾ സത്യത്തിൽ തന്നെയല്ലേ ഉള്ളത്, നമ്മൾ സത്യത്തിന്റെ മതത്തിൽ തന്നെയല്ലേ ഉള്ളത്, പിന്നെ എന്തിനാ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത്, ഈ ഒരു ദാറുൽ ഇങ്ങനെ ഈ ഒരു കുടിലിൽ ഇങ്ങനെ ഒളിച്ചുകൂടിയിരിക്കുന്നത്, പുറത്തുകിറങ്ങി വരി എന്ന് പറഞ്ഞുകൊണ്ടതാ ഒരു വരിയിൽ ഉമർ റളിയല്ലാഹു അൻഹുവും അടുത്ത വരിയിൽ ഹംസ റളിയല്ലാഹു അൻഹു കൊണ്ട് 40 ആളുകൾ 2 വരിയായി കൊണ്ടൊരു റാലി അങ്ങ് പോവുകയാ. തക്ബീർ മുഴക്കിക്കൊണ്ടൊരു റാലി പോവുകയാ. അങ്ങനെ അതുവരെ പരസ്യ പ്രബോധനത്തിന് സമ്മതിക്കാതിരുന്ന ആര് മുമ്പിൽ നിന്നതുകൊണ്ട് ഉമറാകുന്ന ധീരനായ ആ ഉമർ മുമ്പിൽ നിന്നത് കാരണമായിട്ട് പരസ്യ പ്രബോധനത്തിന് നബി തങ്ങളെയും സ്വഹാബത്തിനെയും വിലക്കിയിരുന്ന ആ മുശ്രിക്കുകൾ മുഴുവനും അതാ ഒരു വേലിയിറക്കം സംഭവിച്ചതുപോലെ വഴിയിൽ നിന്നെല്ലാം പിന്നോട്ട് വലിയുകയാ. കാരണം ആ ഉമർ കാരണത്താലായിരുന്നു ഇതുവരെ ഞങ്ങൾ ധൈര്യസമേതമുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ആ ഉമർ അവരുടെ കൂടെയാ. ആ ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് ഖലീഫയാകുകയാ. ചരിത്രം ഒരുപാട് പറയാനുണ്ട്. ദീർഘകാല ശേഷം അതാ ഇസ്ലാമിന്റെ ഖലീഫയാവുകയാണ്. രണ്ടാമത്തെ ഖലീഫയാകുന്ന സന്ദർഭത്തിൽ തന്റെ 5 പെൺമക്കളെ ജീവനോട് കുഴിച്ചുമൂടിയ ഉമർ റളിയല്ലാഹു അൻഹു അതാ മുശ്രിക്കായിരുന്ന കാലത്ത് തന്റെ 5 പെൺമക്കളെ ഇദാ മുശ്റ അഹദുഹും ബിൽ ഉൻസാ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കലീം, തനിക്ക് പിറന്നത് പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ജീവനോടെ കുഴിച്ചുമൂടാൻ ഒരു മടിയും കാണിക്കാത്ത കാട്ടാള സ്വഭാവക്കാരനായിരുന്ന ഉമർ അടക്കമുള്ള മുശ്രിക്കുകളുടെ ആ സമുദായം എല്ലാവരുടെയും സ്വഭാവം അദ്ഭുതം തന്നെയായിരുന്നു. തനിക്ക് പിറന്നത് പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കൈകൊണ്ട് തനിക്ക് പിറന്ന ചോര പൈതലിനെ കുഴിയിൽ കുഴിച്ചുമൂടാൻ ഒരു മടിയും കാണിക്കാത്ത കാട്ടാള സമൂഹത്തിൽ ജീവിച്ച ആ ഉമർ തന്റെ 5 പെൺമക്കളെയാ തന്റെ സ്വന്തം കരങ്ങളെ കൊണ്ട് കുഴിച്ചു മൂടിയത്. ആ ഉമർ പിന്നീട് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഖലീഫയാകുമ്പോഴതാ, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായിട്ട് വാഴുമ്പോഴതാ, രാത്രി സമയങ്ങളിൽ ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങുക വേഷപ്രച്ഛന്നനായിക്കൊണ്ട് പുറത്തിറങ്ങൽ പതിവായിരുന്നു. ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇന്നുള്ള ഭരണാധികാരികൾക്ക് അവരുടെ പള്ള കൂർപ്പിക്കുക എന്നല്ലാതെ ജനങ്ങളുടെ പ്രയാസം അകറ്റുക എന്നുള്ളതൊരു ലക്ഷ്യമേ അല്ല. ഉമർ റളിയല്ലാഹു അൻഹു അതുകൊണ്ട് തന്നെയല്ലേ മഹാത്മാഗാന്ധിജി പറഞ്ഞത്, ഞാൻ ഈ ഇന്ത്യക്കൊരു ഭരണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഖലീഫ ഉമറിന്റെ ഭരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ജനങ്ങളുടെ പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങുക, എന്നിട്ട് ജനങ്ങളുടെ പ്രയാസങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുക, അത് ഏതെങ്കിലും രീതിയിൽ പരോക്ഷമായ രീതിയിൽ പരിഹരിച്ചു കൊടുക്കുക ഉമർ റളിയല്ലാഹുവിന്റെ സ്വഭാവമായിരുന്നു. അങ്ങനെ ഒരു ദിവസം
ബഹുമാനപ്പെട്ടവരിങ്ങനെ വേഷപ്രച്ഛനായി കൊണ്ട് നടന്നു പോകുമ്പോൾ ഒരു കുഞ്ഞിന്റെ കരച്ചിലിങ്ങനെ കേൾക്കുക. ഒരു കുട്ടി കരയുന്നതിങ്ങനെ കേൾക്കുകയാണ്. ഒരു കുട്ടി കരയുന്നതിങ്ങനെ കേൾക്കുമ്പോൾ ആ കരച്ചിൽ കേട്ട വീട്ടിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു പോകുന്നു. എന്നിട്ടോ ആ പെണ്ണിനോട് ചോദിക്കുന്ന, എന്തിനാ പെണ്ണെ നിന്റെ കുഞ്ഞ് കരയുന്നത്, എന്തിനാ നിന്റെ കുഞ്ഞിനെ ഇങ്ങനെ കരയിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്, ഇത് നാട് ഭരിക്കുന്ന ഖലീഫയാണ് വന്നിരിക്കുന്നതെന്ന് ആ പെണ്ണിനറിയുന്നില്ല. ആ പെണ്ണ് പറയുന്നു, ഈ നാട്ടിലൊരു ഭരണാധികാരിയുണ്ട്, ഉമർ എന്ന് പറയുന്ന ഒരാളാണ് ഇപ്പൊ നാട് ഭരിക്കുന്നത്. ആ അമീറുൽ മുഅ്മിനീൻ ഇന്നലെ പുതിയ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നു, മുലകുടി പ്രായം കഴിഞ്ഞ മക്കൾക്ക് റേഷൻ കിട്ടുകയുള്ളൂ. മുലകുടി പ്രായം കഴിഞ്ഞ മക്കൾക്ക് റേഷൻ കിട്ടുകയുള്ളൂ, മുലകുടി പ്രായം കഴിഞ്ഞ മക്കൾക്ക് റേഷൻ കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എന്റെ ഈ കുഞ്ഞിനെ നിർബന്ധിച്ചുകൊണ്ട്, മുലകുടി പ്രായം കഴിയാനുള്ള, മുലകുടിക്കാനുള്ള പ്രായം കഴിയാനൊന്നുമായിട്ടില്ല, പക്ഷെ ഞാൻ നിർബന്ധിച്ച് നിർത്തുകയാണ്, നിർബന്ധിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു ആ പെണ്ണ്. എന്നാലേ ഈ കുഞ്ഞിന്റെ പേരിലുള്ള അരിയെങ്കിലും കിട്ടുമല്ലോ, റേഷനെങ്കിലും കിട്ടുമല്ലോ. അതാ ഉമറിനോട് പറയുന്നു, ആ പെണ്ണ് പറയുന്നു, ഈ നാട് ഭരിക്കുന്ന ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുന്ന ഒരാളാണ് ഇന്നലെ പുതിയ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നു, മുലകുടി പ്രായം കഴിഞ്ഞ മക്കൾക്ക് റേഷൻ കിട്ടുകയുള്ളൂ, അതുകൊണ്ട് എന്റെ കുഞ്ഞിന്റെ മുല കുടിക്കുന്നത് ഞാൻ നിർബന്ധിച്ച് നിർത്തിയാൽ ആ കുഞ്ഞിന്റെ പേരിൽ കൂടി എനിക്ക് റേഷൻ വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നിർബന്ധിച്ച് നിർത്തുകയാ, അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോവുകയാ. അന്ന് രാത്രി ഉറങ്ങിയിട്ടേയില്ല, ഉമർ റളിയല്ലാഹു അൻഹു ഉറങ്ങിയിട്ടില്ല. ഏത് ഉമർ തന്റെ സ്വന്തം കരങ്ങളെ കൊണ്ട് 5 ജീവന ചോര പൈതലിനെ സ്വന്തം കരങ്ങളെ കൊണ്ട് കുടിച്ചു മൂടിയ കാട്ടാളനായിരുന്ന ഉമർ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കാരണമായിട്ട് ഒരു രാത്രി മുഴുവനും ഉറങ്ങാതെ ഇരുന്നു. പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. റബ്ബേ, അങ്ങനെ പ്രഭാത സമയമായപ്പോതാ സുബ്ഹി ജമാഅത്തിന്റെ ഇമാമു നിന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് സ്വഹാബത്തിന് മുമ്പിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് പറയുന്നു, സ്വഹാബ, ഈ ക്രൂരനായ ഉമർ കാരണമായിട്ട് ആർക്കെങ്കിലും വല്ല വിഷമങ്ങളും ഉണ്ടെങ്കിൽ പറയണം, തുറന്ന് പറയണമെന്ന് സ്വഹാബത്തിനോട് ആവശ്യപ്പെട്ടു. അതെന്താ അങ്ങ് എങ്ങനെ പറയുന്നത്? ഞാൻ ഇന്നലെ രാത്രി എങ്ങനെ പോകുമ്പോ ഇന്നലെ രാത്രി ഞാൻ കാരണത്താൽ ഒരു കുഞ്ഞിന്റെ കണ്ണുനീര് ഭൂമിയിൽ വീണിട്ടുണ്ട്. നാളെ റബ്ബ് എന്നോട് അതിനെക്കുറിച്ച് ചോദിക്കുമല്ലോ സ്വഹാബ. അതുകൊണ്ട് ഞാൻ ഇന്നലെ ഉണ്ടാക്കി ആ നിയമം പൊളിച്ചെഴുതിയിരിക്കുന്നു. എല്ലാവർക്കും ഇനി മുതൽ റേഷനുണ്ടോ? റബ്ബേ, അള്ളാഹിനോട് വല്ലാതെ കരഞ്ഞുകൊണ്ട് സ്വഹാബത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ നീ എന്നോട് പൊറുക്കുമല്ലോ അല്ലാ, ഞാൻ കാരണത്താൽ ഈ ഭൂമിയിൽ ഒരു കുഞ്ഞിന്റെ കണ്ണുനീര് വീണുപോയിട്ടുണ്ട്. അത് കാരണമായിട്ട് നാളതിന്റെ ലിഖാഇനെ എനിക്ക് നിഷേധിക്കല്ല അല്ലാ, സ്വർഗം എനിക്ക് നിഷേധിക്കല്ല അല്ലാ. എത്രമാത്രം തെറ്റുകളൊക്കെ ചെയ്യുന്ന ആളുകളാ നമ്മള്, എത്രമാത്രം ഗുരുതരമായ പാപങ്ങൾ ചെയ്യുന്നവരാ നമ്മള്. ആ നമ്മളൊക്കെ എത്രമാത്രം കരയേണ്ടി വരും. ഒരു കുഞ്ഞിന്റെ കണ്ണുനീര് താൻ കാരണത്താൽ നിലത്ത് വീണപ്പോ അത് കാരണമായിട്ട് സ്വഹാബത്തിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിച്ചുവെങ്കിൽ ആ ഉമറാണ് പിന്നീട് അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് അറിഞ്ഞപ്പോ ആര് തന്നെ സഹിച്ചാലും ക്ഷമിച്ചാലും ഉമറിന് സഹിക്കാൻ പറ്റുന്നില്ല, ഉമറിന് സഹിക്കാൻ കഴിയുന്നില്ല. പൊട്ടി പേരിച്ച് ഞെട്ടി വീണച്ച് റസൂലിന്റെ വഫാത്ത് മാറാറിഞ്ഞ നേരം പടവാളും പിടിച്ച് ഉടൻ ചാതിക്കുടിച്ച് ഉമറത കുതിര പുറത്തേറി. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു
വാളും പിടിച്ചുകൊണ്ട് രണ്ടാമതൊരു ഇറങ്ങലിറങ്ങുന്നു. ഒരു സമയത്ത് മുഹമ്മദിന്റെ തലയെടുക്കാനാണ് ഇറങ്ങിയതെങ്കിൽ രണ്ടാമത്തെ തവണ ഉമർ റളിയല്ലാഹു അൻഹു വാളും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത് ആർക്കാണ് ധൈര്യമുള്ളത്? മുഹമ്മദിനിത് എന്റെ ഹബീബ് ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന് ആർക്കാ ഈ ഉമറിന്റെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യമുള്ളതെന്ന് ചോദിച്ചുകൊണ്ട് അവനെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഊരിപ്പിടിച്ച വാളുമായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങിയപ്പോ ആ ഉമറിന്റെ മനസ്സ് മാറ്റാൻ കാരണക്കാരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്തൊക്കെ നിന്നോ പെടുത്ത് കുറച്ച് നിന്നപ്പോ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആ ഉമർ റളിയല്ലാഹു അൻഹുവാണ് പിന്നീട് നബി തങ്ങളുടെ വഫാത്ത് അറിഞ്ഞപ്പോ നബി തങ്ങളെ വഫാത്തായി എന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ എല്ലാവരും അതാ നബി തങ്ങളുടെ അടുത്തിരുന്നു കൊണ്ട് കഴിയുന്നു. പക്ഷേ ഉമറിനെ കാണുന്നില്ല, ഉമറിനെ കാണുന്നില്ല. അങ്ങനെ അതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോ നബി തങ്ങളുടെ കുടിലിന്റെ ഒരു മൂലയിലിരുന്നു കൊണ്ട് പുറത്ത് ഒരു മൂലയിലിരുന്നു കൊണ്ട് പൊട്ടി പൊട്ടി ആർത്ത് കരയുകയാ. നബി തങ്ങളുടെ മരണം സഹിക്കാനാവുന്നില്ല. ഇനി ഞാൻ ആർക്ക് വേണ്ടിയിട്ടാ ഇവിടെ ജീവിക്കുന്നത്? ഈ നബിയെ അല്ലേ ഞാൻ വധിക്കാൻ പുറപ്പെട്ടത്? റബ്ബേ നീ എന്നോട് പൊറുക്കുമല്ലോ അല്ലാഹ്. ലോകം മുഴുവനും ആദരിക്കുന്ന, ഈ ലോകത്ത് മുഴുവനും അറിയപ്പെടേണ്ട ഈ നബിയല്ലേ ഞാനൊന്നിനും സമ്മതിക്കാതിരുന്നത്? എനിക്ക് നീ പൊറുക്കുമല്ലോ അല്ലാഹ്. ആ റസൂലിന്റെ വഫാത്ത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ താങ്ങിപ്പിടിച്ചുകൊണ്ട് വാ ഉമറേ, ഉമറേ എന്നിങ്ങ് വാ എന്ന് പറഞ്ഞുകൊണ്ട് മൻകാന യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. من كان يعبد الله فإن الله حي لا يموت. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിക്കുകയാ. ആരെങ്കിലും അല്ലാഹുവിനെ ആരാധിക്കുന്നുവെങ്കിൽ, നിങ്ങളൊക്കെ ആരാധിക്കുന്നത് അല്ലാഹുവിനെയാണെങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. അല്ലാഹു എന്നെന്നും ജീവിക്കുന്നവനാ, അല്ലാഹു എന്നെന്നും ജീവിക്കുന്നവനാ, അവന് മരണമില്ല. പക്ഷേ മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരെങ്കിലും മുഹമ്മദ് നബിയെ ആരാധിക്കുന്നുവെങ്കിൽ അത് പാടില്ല. മുഹമ്മദ് ഇതാ മരിച്ചിരിക്കുന്നു, മുഹമ്മദ് ഇതാ വഫാത്തായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമാധാനിപ്പിക്കുകയോ. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ താങ്ങിപ്പിടിച്ചുകൊണ്ട് നടക്കാൻ പോലും കഴിയുന്നില്ല. വേദന സഹിക്കാൻ വയ്യാതെ ക്ഷമിക്കാൻ കഴിയാതെ തളർന്ന അവശനായ ഉമറിനെ താങ്ങിപ്പിടിച്ചുകൊണ്ടത് ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു. നബി തങ്ങളുടെ രണ്ട് കവിളത്തും ഓരോ ചുംബനം അർപ്പിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയോ. ഫാത്തായി കിടക്കുന്ന നബി തങ്ങളുടെ കവിളത്ത് ഇരു കവിളുകളിലും ഓരോ ചുംബനമർപ്പിച്ചുകൊണ്ട് അതാ ഉമർ പൊട്ടിക്കരയുകയാ. ആ ഉമറിന്റെ മനസ്സിനെ മാറ്റാൻ കഴിഞ്ഞു അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل. അങ്ങനെയായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം പ്രകടമാക്കിയിരുന്നത്. പിന്നീട് അങ്ങനെ പോകുമ്പോ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഞാൻ ചുരുക്കുകയാ, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അതാ ബഹുമാനപ്പെട്ടവർ തന്റെ ധനം മുഴുവനും അല്ലാഹുവിന്റെ ഹബീബിന്റെ മാർഗത്തിൽ കൊടുക്കുകയാ. അതുകൊണ്ട് തന്നെ ഉസ്മാനുൽ ഗനി, ഉസ്മാൻ മുതലാളി എന്നുള്ള ഒരു പേര് തന്നെ, ഉസ്മാൻ മുതലാളി എന്നുള്ള ഒരു സ്ഥാനപ്പേര് തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഉസ്മാൻ റളിയല്ലാഹുവിന് അങ്ങനെ പേര് നൽകപ്പെട്ടിരുന്നു. ആ ഉസ്മാൻ റളിയല്ലാഹുവിന് തന്റെ സമ്പത്ത് മുഴുവനും
മുഹമ്മദാ, പരിശുദ്ധ ദീനിന് വേണ്ടി ചെലവഴിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ 2 മക്കളെ കല്യാണം കഴിക്കാനുള്ള ഭാഗ്യം കിട്ടിയ മഹാനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാനും ഫിൽ ജന്ന, അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന. ലികുല്ലി നബിയ്യിൻ റഫീഖുൻ ഫിൽ ജന്ന. ഏതൊരു പ്രവാചകനും സ്വർഗത്തിലൊരു കൂട്ടുകാരനുണ്ടായിരിക്കും. സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരൻ അത് ഉമറായിരിക്കുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചുരുക്കാൻ നോക്കുകയാണ്. നമുക്ക് സുബീന്റെ മുമ്പ് മൗലൂദൊക്കെ ഓതാനുള്ളതാണ്, മറക്കരുത്. لكل نبي رفيق في الجنة ورفيقي في الجنة ഉസ്മാൻ. ഏതൊരു പ്രവാചകനും സ്വർഗത്തിലൊരു കൂട്ടുകാരനുണ്ടാകും. സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരൻ ഉസ്മാനായിരിക്കുമെന്ന് പറഞ്ഞുവെങ്കിൽ ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം വല്ലാത്ത സ്നേഹമാണ്. പിന്നീട് അലിയാര് തങ്ങള് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അതാ തന്റെ സ്വന്തം പുന്നാര മകള് ഫാത്തിമത്ത് സുഹറ ബത്തൂൽ, ആ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയതാ വിവാഹം കഴിച്ചു കൊടുക്കാൻ തെരഞ്ഞെടുത്തത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അന്ന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ. ഞാൻ വിജ്ഞാനത്തിന്റെ പൂന്തോപ്പാണെങ്കിൽ, ഞാൻ വിജ്ഞാനത്തിന്റെ തോട്ടമാണെങ്കിൽ അതിലേക്കുള്ള കവാടമാണ് അലിയാര് തങ്ങള്. അലി റളിയല്ലാഹു അൻഹുവിന് വിജ്ഞാനത്തിന്റെ 10 അംശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹദീസുകളിൽ കാണാം, ചരിത്രങ്ങളിൽ കാണാം. അലി റളിയല്ലാഹു അൻഹു അല്ലാഹു ഇൽമിന്റെ 10 അംശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു അംശം മാത്രമേ ഈ ലോകത്ത് വിതരണം ചെയ്തിട്ടുള്ളൂ, പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള 9 ഭാഗങ്ങളും ലഘുന്നിയായിക്കൊണ്ട് അള്ളാഹുവിന്റെ ഭാഗത്തും നേരിട്ട് കൊടുത്ത അറിവുകളാ. അത് നേരിട്ട് തനിക്ക് സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാനുള്ളതാ. അപ്പൊ അതിന്റെയൊക്കെ വിശാലത എത്രയുണ്ടാകും. അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ. ഞാൻ വിജ്ഞാനത്തിന്റെ പൂന്തോപ്പാണെങ്കിലും അതിലേക്കുള്ള കവാടമാണ് അലിയാര് തങ്ങള്. ഇങ്ങനെ തൽഹാ റളിയല്ലാഹു അൻഹു അല്ലേ യുദ്ധത്തിന്റെ രണാകുലത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏൽക്കേണ്ടി വന്ന അമ്പുകൾ എത്രയെത്രയാ തൽഹാ റളിയല്ലാഹു അൻഹു സ്വന്തം ശരീരം കൊണ്ട് തടഞ്ഞു നിർത്തിയത്. എനിക്ക് എന്ത് പറ്റിയാലും, എനിക്കെന്ത് സംഭവിച്ചാലും എന്റെ ഹബീബിന് ഒന്നും സംഭവിച്ചുകൂടാ. അവരൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചത് എത്രയാ. 80 ചില്ലാനും മുറിവുകൾ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ നബി തങ്ങളുടെ ഇരിക്കുന്ന ഭാഗത്തേക്ക് ശത്രുക്കൾ അമ്പെയ്ത്തത് കാരണമായിട്ട് അതൊക്കെയും സ്വന്തം ശരീരം കൊണ്ട് തടഞ്ഞു നിർത്തിയിട്ട് 80 ചില്ലാനും മുറിവുകൾ തൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ ദേഹത്ത് കാണപ്പെട്ടിരുന്നു. ഇതൊക്കെ സഹിച്ചത് ആർക്ക് വേണ്ടിയാ? അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടിയാ. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പ്രവാചകനായിരിക്കണം ഓരോരുത്തർക്കും സ്വന്തം ശരീരത്തെക്കാൾ ഇഷ്ടപ്പെട്ടവന്, സ്വന്തം ശരീരത്തെക്കാൾ ഇഷ്ടപ്പെട്ടവന് അത് പ്രവാചകനായിരിക്കണമെന്ന പരിശുദ്ധ ഖുർആന്റെ ഉത്ബോധനമാണ് ഇവരെല്ലാം ഇതിന് തോന്നിപ്പിച്ചു കൊടുത്തത്. നമ്മളും അതുപോലെ തന്നെയായിരിക്കണം. എന്തിനേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുത്ബ ഓതിയ മിമ്പർ പോലും കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുത്ബ ഓതിയ മിമ്പർ പോലും കരഞ്ഞു. ഒരു ഈത്തപ്പനയുടെ തടിയിൽ നിന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഈത്തപ്പന തടി കൊണ്ടുണ്ടാക്കിയ ഒരു മിമ്പറിലായിരുന്നു ഖുത്ബ ഓതിയിരുന്നത്. സഹാബികൾ കുറച്ചാൾക്കാർ തീരുമാനിച്ചു നമുക്ക് പുതിയൊരു മിമ്പർ ഉണ്ടാക്കാം എന്ന് തീരുമാനിച്ചു. പുതിയൊരു മിമ്പർ ഉണ്ടാക്കാൻ തീരുമാനിച്ച് അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ സമ്മതം കൊടുത്തു. ആ മിമ്പർ അവിടുന്ന് മാറ്റി അത് അവിടെ തന്നെ നിന്നോട്ടെ, പള്ളിന്റെ ഉള്ളിൽ തന്നെ വെച്ചു. പുറത്തേക്ക് പൊളിച്ചു വലിച്ചെറിഞ്ഞിട്ടൊന്നുമില്ല, പള്ളിന്റെ ഉള്ളിൽ തന്നെ വെച്ചു പഴയ മിമ്പർ. പിന്നീട് പുതിയ മിമ്പറിൽ നിന്ന് ഖുത്ബ ഓതുമ്പോൾ സഹാബത്ത് പറയുകയാണ്, ഞങ്ങൾ തേങ്ങിക്കരച്ചിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഞങ്ങളൊരു തേങ്ങിക്കരച്ചിലങ്ങനെ കേൾക്കുകയാ. നബി തങ്ങളെ പുതിയ മിമ്പറിൽ നിന്ന് ഖുത്ബ ഓതുമ്പോൾ ഞങ്ങളൊരു ലൗലമായ ശബ്ദം, ഒരു തേങ്ങിക്കരച്ചിൽ ഇങ്ങനെ കേൾക്കുകയാ. സഹാബികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി. ആരാ കരയുന്നത്? ആരെയും കാണാനില്ല. ഖുത്ബ തുടർന്നു.
അങ്ങനെ കരച്ചിൽ തുടരുകയാണ്. ആരാണ് കരയുന്നതെന്ന് ആർക്കും അറിയുന്നില്ല. ഒരു തേങ്ങിക്കരച്ചിൽ അങ്ങനെ കേൾക്കുകയാണ്. ഖുതുബ കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, എന്താണ് സ്വഹാബ, എന്താണ് സ്വഹാബ നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്? ആ സമയത്ത് സ്വഹാബത്ത് പറയുന്നു, ജുമഅ കഴിഞ്ഞപ്പോ അതാ സ്വഹാബത്തിനോട് നബി തങ്ങളെ വിവരമാറായുന്നു. സ്വഹാബത്ത് പറയുന്നു, നബിയേ, അങ്ങ് പുതിയ മെമ്പറിൽ നിന്ന് ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഞങ്ങളൊരു തേങ്ങിക്കരച്ചിൽ കേട്ടു നബിയേ, അതെന്താണെന്നറിയില്ല, അങ്ങൊന്ന് പറഞ്ഞു തരുമോ നബിയെ, അങ്ങൊന്ന് പരിശോധിച്ചു നോക്കുമോ നബിയെ? ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങളിറങ്ങി നോക്കിയപ്പോഴതാ കഴിഞ്ഞ ആഴ്ച വരെ ഖുതുബ ഓതിയിരുന്ന പഴയ മിമ്പർ പൊട്ടി കരയുകയാ. എന്താണ് നബി, അങ്ങ് എന്നെ ഒഴിവാക്കിയോ നബിയെ, അങ്ങ് എന്നെ ഒഴിവാക്കിയോ നബിയെ? അങ്ങക്ക് പുതിയൊരു മിമ്പർ കിട്ടിയപ്പോ എന്നെ നിങ്ങൾ മറന്നുവല്ല നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് പഴയ മിമ്പർ അവിടുന്ന് പൊട്ടി കരയുകയാ. ആ സമയത്ത് എന്താ മിമ്പറെ നീ പറയുന്നത്? നിന്നെ ഒഴിവാക്കുകയായിരുന്നുവെങ്കിൽ പള്ളിയുടെ പുറത്തായിരിക്കുമല്ലേ നിന്റെ സ്ഥാനം, നിനക്ക് പള്ളിയിൽ തന്നെ ഞാൻ സ്ഥാനം തന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരിക്കലും നിന്നെ ഒഴിവാക്കിയതല്ല, ഇതൊരിക്കലും നിന്നെ ഒഴിവാക്കിയതല്ല, ഇതെക്കാലവും ഇവിടെ നിലനിൽക്കും കേട്ടോ. നബി തങ്ങൾ ആ പഴയ മിമ്പറിനെ കൈപിടിച്ച് തലോടിക്കൊണ്ട് സമാധാനിപ്പിച്ചു. നബി തങ്ങൾ പറയുകയാണ്, ഞാനെങ്ങാനും നബി തങ്ങൾ പറയുകയാണ്, ഞാനെങ്ങാനും പഴയ മിമ്പറിനെ കൈകൊണ്ട് തലോടിയിട്ട് സമാധാനിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ അക്കരച്ചിൽ തുടരുമായിരുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നബി തങ്ങളെ ധിക്കരിക്കാൻ വേണ്ടിയിട്ട്, പരിഹസിക്കാൻ വേണ്ടിയിട്ട് എത്രയെത്ര ആളുകളാണ് രംഗത്ത് വന്നത്. അബൂലഹബിനെ പോലുള്ള, അബൂജഹലിനെ പോലുള്ള ഒരുപാട് മുശ്രിക്കുകളുടെ നേതാക്കളെ, അല്ലെ അബൂലഹബും തന്റെ ഭാര്യയുമൊക്കെ നബി തങ്ങൾ നടന്നു പോകുന്ന വഴികളിലേക്ക് ചീഞ്ഞളിഞ്ഞ വേസ്റ്റുകൾ മുഴുവനും പെറുക്കി വലിച്ചെറിഞ്ഞുകൊണ്ട് അതെല്ലാം നബി തങ്ങൾ പോകുന്ന വഴിയിൽ നബി തങ്ങൾക്കൊരു ശല്യമാക്കാൻ അവർ ശ്രമിച്ചു. ഒരിക്കലതാ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ജബൽ അബൂ ഖുബൈസിലേക്ക് അതാ പോവാൻ പോവുകയാണ്, വരാൻ വേണ്ടി പറയുകയാ. ആ സമയത്ത് കൂട്ടത്തിൽ അബൂലഹബുണ്ട്, എല്ലാവരുമുണ്ട്. അങ്ങനെ അല്ലാഹുവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് പോവുകയാ. മലമുകളിൽ കയറിയിട്ട് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോ, അങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോ അതാ തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശം, അല്ലി ഹാദാ ജമഅതനാ, മുഹമ്മദ് നിനക്ക് നാശം, ഇതിനാണോ നീ ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്? ഇതിനാണോ നീ ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്? നിന്നെക്കുറിച്ചും നിന്റെ സ്വഹാബത്തിനെ കുറിച്ചും നിന്റെ ദീനിനെ കുറിച്ചും അല്ലാഹുവിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയാണോ ഞങ്ങളിവിടെ ഒരുമിച്ച് കൂട്ടിയത്? അതിന് എന്നെ കിട്ടൂല കേട്ടോ എന്ന് പറഞ്ഞു. തബ്ബല്ലക, നിനക്ക് നാശം വരട്ടെ എന്ന് അബൂലഹബ് ആക്ഷേപിച്ചു, അടച്ചാക്ഷേപിച്ചു എല്ലാവരുടെയും ഇടയിൽ വെച്ചുകൊണ്ട്. എന്നാൽ അതേ വാക്കുകൊണ്ട്, അതേ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹു തആല അബൂലഹബിനെ പരിശുദ്ധ ഖുർആനിൽ എന്നേക്കുമായിട്ട് കളിയാക്കി അങ്ങ് ചീത്ത പറഞ്ഞു. അല്ലാഹു ചീത്ത പറഞ്ഞു, തബ്ബത് യദാ അബീ ലഹബ് വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ സയസ്ലാ നാറൻ ذات ലഹബ വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ ഫീ ജീദിഹാ ഹബ്ലുൻ മിൻ മസദ. അല്ലാഹു പറയുകയാണ്, അതേ വാക്കുപയോഗിച്ചുകൊണ്ട് നബി തങ്ങളെ ചീത്ത പറയാൻ വേണ്ടിയിട്ട് ഏത് വാക്കാണോ അബൂലഹബ് ഉപയോഗിച്ചത്, അതേ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, തബ്ബത് യദാ അബീ ലഹബ് വതബ്ബ, അബൂലഹബിന്റെ രണ്ട് കൈയും നശിക്കട്ടെ, അവൻ തന്നെ പാടെ നശിക്കട്ടെ. സയസ്ലാ നാറൻ ذات ലഹബ, അവൻ കത്തിയാളുന്ന നരകക്കുണ്ടിലേക്ക് പോകട്ടെ, കത്തിയാളുന്ന നരകത്തിൽ അവൻ എരിഞ്ഞ് അമരട്ടെ. വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ, വിറക് ചുമട്ടുകാരിയായിരുന്ന ഉമ്മു ജമീൽ എന്ന് പറയുന്ന അബൂലഹബിന്റെ ഭാര്യയുണ്ടല്ലോ, ഫീ ജീദിഹാ ഹബ്ലുൻ മിൻ മസദ്, അവളുടെ കഴുത്തിൽ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലയും ഇട്ടിട്ടുകൊണ്ട് അങ്ങനെയും ആയിരിക്കും അവൾ നശിച്ചു പോകുക, ഈ ലോകത്തുനിന്ന് ബോധപടഞ്ഞു പോവുക എന്ന് അള്ളാഹു അങ്ങനെ അവരെ പാടേ അള്ളാഹു അവരെ പരിഹസിച്ചപ്പോ
എങ്ങനെയാ അബൂലഹബിന്റെ അന്ത്യം? അബൂലഹബ് മരിച്ചത് ചരിത്രത്തിലില്ല. അബൂലഹബ് മരിച്ചത് ചരിത്രത്തിലില്ല. എന്തേ കാരണം? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, അബൂലഹബിന്റെ രണ്ട് കൈയും നശിക്കട്ടെ എന്ന് പറഞ്ഞു. അബൂലഹബിന് ചീഞ്ഞളിഞ്ഞ വളരെയധികം വിഷമകരമായ ഒരു രോഗം പിടികൂടി, മാരകമായ അസുഖം പിടികൂടി. എന്നിട്ടോ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളൊക്കെ ഇങ്ങനെ വീണു മുറിയാൻ തുടങ്ങി, വിരലുകളും കൈകളൊക്കെ ഇങ്ങനെ മുറിയാൻ തുടങ്ങി. ആരെയാ കളിയാക്കിയിട്ടുള്ളത്? അള്ളാന്റെ ഇഷ്ടപ്പെട്ട ഹബീബിനെ കളിയാക്കിയതിന്റെ പേരിൽ കിട്ടിയ കടുത്ത ശിക്ഷ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എത്ര ആളുകളാ അള്ളാന്റെ റസൂലിന്റെ ഫോട്ടോ വരച്ചുകൊണ്ട്, കാർട്ടൂണ് വരച്ചുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പല രീതിയിലും സിനിമകൾ ഇറക്കിയും വേണ്ടാത്ത പലതും പറഞ്ഞും പ്രചരിപ്പിച്ചുമൊക്കെ അള്ളാന്റെ റസൂലിനെ കുറിച്ച് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹൈന്ദവ ആചാര്യന്മാരുടെ ഹൈന്ദവരുടെ ആത്മീയാചാര്യൻ ശ്രീനാരായണ ഗുരു പോലും പറഞ്ഞതെന്താ? പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ? പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ? പരമേശ്വര പവിത്ര പുത്രനോ കരുണാവാൻ നബി മണിമുത്തുരത്നമോ? ഹൈന്ദവരുടെ ആത്മീയാചാര്യൻ ശ്രീനാരായണ ഗുരു പോലും പാടിയതാണ്. ഹബീബായ നബി തങ്ങളെ കുറിച്ച് എന്താ പറഞ്ഞത്? പുരുഷാകൃതി പൂണ്ട ദൈവമോ? ദൈവം ഒരു പുരുഷന്റെ രൂപത്തിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങിയതാണോ? അതോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ? ധർമ്മത്തെ അള്ളാഹു മനുഷ്യന്റെ രൂപത്തിൽ ഈശ്വരൻ ഇറക്കിയതാണോ? അതോ പരമേശ്വര പവിത്രപുത്രനോ? ഏറ്റവും ഉന്നതനായ ഈശ്വരന്റെ പവിത്രനായ പുത്രനാണോ? കരുണാവാൻ നബി മണിമുത്തുരത്നമോ? ഈ ലോകത്തിന്റെ സകല കാരുണ്യനായിട്ടാണ് അള്ളാന്റെ ഹബീബിനെ അള്ളാഹു അയച്ചിട്ടുള്ളത്. ആ അള്ളാന്റെ ഹബീബ് പറയുകയാണ്, അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച്, ഈ പരിശുദ്ധ ദീനിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ ഈ ലോകത്തെക്കുറിച്ച് ഈ ഹൈന്ദവരുടെ ഈ ആത്മീയാചാര്യം തന്നെയാണ് പാടിയത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ എല്ലാവരും ജാതി മതവേദ വ്യത്യാസമില്ലാതെ, ഒന്നും തന്നെ ഇല്ലാതെ, ഭിന്നതകളില്ലാതെ ഒരുമയോട് കൂടി കഴിയേണ്ട സമുദായമാണ്. അറിവില്ലാത്തവരായിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെയല്ലാതെ ആരാധിക്കുന്ന ആളുകള്, അള്ളാഹുവിനെയല്ലാതെ മറ്റു വരകൂട് ദൈവങ്ങളെ ആരാധിക്കുന്ന ആര് തന്നെയായാലും അവരെ നിങ്ങൾ പഴി പറയാൻ പോകണ്ട, അവരെ നിങ്ങൾ ചീത്ത പറയാൻ പോകണ്ട. ഈ സമത്വത്തിന്റെ സന്ദേശവുമായിട്ടാണ് അള്ളാഹുവിന്റെ തിരുദൂതരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മാലോകരിലേക്ക് അയച്ചു തരുന്നത്. അങ്ങനെ നിങ്ങളെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അവര് തിരിച്ചിങ്ങോട്ടും അറിവില്ലാത്തവരായിക്കൊണ്ട് ചീത്ത പറഞ്ഞു പോകും. അതുകൊണ്ട് അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുന്നവരെ നിങ്ങളെ ചീത്ത പറയല്ല. ഈ സമത്വത്തിന്റെ സന്ദേശവുമായിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ ഇങ്ങോട്ട് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ റസൂലിനെ കുറിച്ചാ പറയുന്നത് പരമേശ്വര പവിത്രപുത്രനോ കരുണാവാൻ നബി മണിമുത്തുരത്നമോ? ആര് തന്നെ പരിഹസിച്ചാലും, അള്ളാഹുവിന്റെ റസൂലിനെ പരിഹസിച്ചാലും അത് അനുഭവിക്കുക തന്നെ ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അബൂലഹബിന്റെ കൈകളൊക്കെ ഇങ്ങനെ ഓരോന്ന് മുറിയാൻ തുടങ്ങി, വിരലുകളൊക്കെ മുറിയാൻ തുടങ്ങി, കയ്യ് മുറിഞ്ഞ് ശരീരമാകെ പൊട്ടിയൊലിച്ച് മുറിവായി. അവന്റെ അടുത്തേക്ക് സ്വന്തം ഭാര്യ അടുക്കാതെ പോയി. സ്വന്തം കുടുംബക്കാര് പോലും അബൂലഹബിനെ പരിചരിക്കാനില്ല. അങ്ങനെ നെക്കപ്പുറതിയില്ലാതെ അവന്റെ ആ അസുഖത്തിന്റെ, അബൂലഹബിന്റെ അസുഖത്തിന്റെ നാറ്റം സഹിക്കവയ്യാതെ ആ നാട്ടുകാരെല്ലാരും കൂടി ഒരു തീരുമാനമെടുത്ത് ഒരു ചാക്ക് കൊണ്ടുവന്നിട്ട് അബൂലഹബിന് അതിലേക്ക് അവരൊക്കെ കണ്ണും മൂക്കും ചെവിയെല്ലാം കൂടി അടച്ചു പിടിച്ചിട്ട് ഒരു ചാക്കിലേക്ക് അബൂലഹബിനെ പെറുക്കിയെടുത്ത് കെട്ടിയിട്ട് ഒരു കുന്നിന്റെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഒരൊറ്റ ഏറ. എങ്ങനെ മരിച്ചെന്ന് ചരിത്രത്തിലില്ല. അബൂലഹബിന്റെ അവസ്ഥ.
അത് തന്നെ അബൂലഹബിന്റെ ഭാര്യയും ഇതുപോലെ തന്നെ വിഷമിക്കേണ്ടി വന്നു. അബൂലഹബും തന്റെ ഭാര്യയും അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ ദ്രോഹിച്ചിരുന്നു, വല്ലാതെ മർദ്ദിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബിനെ നമ്മൾ എല്ലാവരെക്കാളും സ്നേഹിക്കണം. ഒരു സമയത്തതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലോത്ത, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലോത്ത മഹാരഥന്മാരായിരിക്കുന്ന ഒരുപാട് ആളുകൾ തിങ്ങിയിരിക്കുന്ന സദസ്സിൽ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ പറയുകയാണ്. ഒരുപാട് സ്വഹാബത്ത്, നൂറുകണക്കിന് ആയിരക്കണക്കിന് വരുന്ന സ്വഹാബത്ത് തന്റെ മുമ്പിലിരിക്കുന്നുണ്ട്. ആ സമയത്തതാ ആരൊക്കെയാ ഉള്ളത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളെ പോലെയുള്ളവരാ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വഹാബ, നിങ്ങളിൽ ആരെങ്കിലും എനിക്ക് ശേഷം ജീവിക്കുന്നുണ്ടെങ്കിൽ അങ്ങദൂരെ യമനിൽ ഖർനി എന്ന പ്രദേശത്ത് ഉവൈസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ട്. ആ ഉവൈസിനെ ആരെങ്കിലും കാണാൻ കഴിഞ്ഞാൽ അവരോ ആ ഉവൈസിനോടൊന്ന് ദുആ വസിയത്ത് ചെയ്യാൻ ആരും മറക്കല്ല. യമനിലെ ഖർനി എന്ന പ്രദേശത്ത്, യമന് എന്ന് പറഞ്ഞാൽ മദീന വളരെ വിദൂരമൊന്നുമല്ല, യമനിൽ ഖർനി എന്ന പ്രദേശത്ത് ഉവൈസ് എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരിക്കുന്നു. ആ ഉവൈസിനെ ആർക്കെങ്കിലും കാണാൻ കഴിഞ്ഞാൽ, കാണാൻ സാധിച്ചാൽ ഒന്ന് ദുആ ചെയ്യാൻ നിങ്ങൾ മറക്കല്ല, ഒന്ന് ദുആ വസിയത്ത് ചെയ്യാൻ നിങ്ങൾ മറക്കല്ല എന്ന് പറഞ്ഞു. അങ്ങനെയതാ കാലങ്ങൾ കഴിഞ്ഞു പോവുകയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തോട് വിട പറയുകയാ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിട പറയുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ ഭരണാധികാരി, ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫയായി വാഴുകയാണ്, സ്ഥാനം കിട്ടുകയാ. അങ്ങനെ ഉമർ റളിയല്ലാഹുവിന്റെ മനസ്സിൽ വല്ലാതെ എപ്പോഴും വരതല്ലുന്ന ഒരു സ്നേഹമാണ്, ഒരു ആഗ്രഹമാണ്. എന്ത്? അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞ ആ ഉവൈസിനെ എങ്ങനെയെങ്കിലും ഒന്ന് കാണണം. ആ ഉവൈസിനെ എങ്ങനെങ്കിലും എന്ത് ത്യാഗം സഹിച്ചാലും ആ ഉവൈസിനെ ഒന്ന് കണ്ടുമുട്ടണം. വല്ലാത്ത മനസ്സിന്റെ വല്ലാത്ത മതിയാവാത്ത ഒരു അഭിലാഷമാണ്. അത് തീർത്തേ മതിയാകും. അത് തീർത്തിട്ടേ ഉമറിന് ഈ ലോകത്തുനിന്ന് വിട പറയാവൂ എന്ന് വല്ലാത്തൊരു അഭിലാഷമാണ്. അങ്ങനെ ഒരു ഹജ്ജിന്റെ സീസൺ വരികയാണ്. നാനാ ഭാഗത്തു നിന്നും ആളുകൾ ഹജ്ജിന് വേണ്ടിയിട്ട് അവിടെ വരും. അവിടെ തിങ്ങി നിൽക്കുന്ന ആളുകളെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും യമനിൽ നിന്ന് വന്ന ആരെങ്കിലും ഉണ്ടോ? യമനുകാരായിട്ടുള്ള ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ യമനിൽ നിന്ന് വന്ന ആളുകൾ ഇങ്ങോട്ട് മാറി നിന്നു. അവരോട് ചോദിച്ചു, അല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഖർന പ്രദേശത്തിലുണ്ടോ? ഖർന പ്രദേശത്തിൽ നിന്ന് വന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? അപ്പൊ ഖർന ഗോത്രക്കാരൊക്കെ ഇങ്ങോട്ട് മാറിയിരുന്നു. അവരോടായിക്കൊണ്ട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉവൈസ് എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് അറിയുമോ? ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉവൈസ് എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? അങ്ങനത്തെ ഒരാൾ നിങ്ങളുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണമോ? അപ്പോൾ അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇല്ല, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരാളില്ല. സത്യം പറയണം. ഖർൻ എന്ന പ്രദേശത്ത്, യമനിൽ ഖർനി എന്ന പ്രദേശത്ത് ഉവൈസ് എന്ന് പറയുന്ന ഒരാൾ നിങ്ങളുടെ സമീപത്ത് ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മൂന്നാമതും ചോദ്യം ആവർത്തിച്ചപ്പോ അവരതാ മറുപടി കൊടുക്കുന്നു, ഞങ്ങളുടെ നാട്ടിൽ നിങ്ങൾ വിചാരിച്ച ഉവൈസില്ല, ഒരു ഭ്രാന്തനായ ഉവൈസല്ലാതെ മറ്റൊരു ഉവൈസും ഞങ്ങളുടെ നാട്ടിലില്ല, ഞങ്ങൾക്ക് പരിചയമില്ല. അതെ, ആ ഭ്രാന്തനായ ഉവൈസിനെ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് പോകുമ്പോ നിങ്ങൾ എന്നെയും കൂട്ടിയിട്ട് വേണം പോകാൻ. ആ ഉവൈസിനെന്ന് എനിക്ക് കാണിച്ചു തരണം കേട്ടോ. ഇതെന്താ അങ്ങനെ പറയുന്നത്? ഒരു ഭ്രാന്തനായ ഒരാളെ കുറിച്ച് അന്വേഷിക്കുന്നു, എന്നിട്ട് അയാളെ കാണാമെന്ന് പറയുന്നു. അയാളെ കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് മദീനയിൽ അങ്ങോട്ട് പോരാ. ഇത് വല്ലാത്ത സംഭവമാണല്ലോ. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജ് കഴിഞ്ഞവർ പോകുമ്പോ അവരെ കൂടെ യമനിലേക്ക് പോവുകയാണ്.
അങ്ങനെ പോയി അങ്ങനെ നടന്ന് യമനെത്താനാകുമ്പോഴേക്കും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിലാഷം പൂക്കാൻ പോവുകയാണല്ലോ, അത് സഫലീകരിക്കപ്പെടാൻ പോവുകയാണല്ലോ. മനസ്സിന്റെ ദീർഘകാലത്തെ വല്ലാത്ത അഭിലാഷമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ആ ഉവൈസിനെ കണ്ടിട്ടൊന്ന് ദുആ വസിയ്യത്ത് ചെയ്യണം, അത്രേ ആഗ്രഹമുള്ളൂ. ഒന്ന് സലാം പറയണം, ഒന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ഇത്രേ ആഗ്രഹമുള്ളൂ. അത് തന്നെ നബി തങ്ങളും പറഞ്ഞിട്ടുള്ളൂ. ആ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ടതാ യമനിലേക്ക് എത്താൻ പോവുകയാണ്. അങ്ങനെ അതാ നബി തങ്ങൾ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ ഒത്ത ഒരാള് ഒരു പുഴക്കരയിൽ നിന്നുകൊണ്ടൊരു കീറിപ്പറിഞ്ഞ പഴയ വസ്ത്രം അലക്കിക്കൊണ്ടിരിക്കുന്നു. അത് കണ്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓടി അങ്ങോട്ട് അടുക്കുകയാ. അസ്സലാമു അലൈക്കും യാ ഉവൈസ്. ഉവൈസുൽ ഖർനി ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടാകും. ഉവൈസുൽ ഖർനി ഉവൈസേ സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് സലാം പറഞ്ഞ് കൈപിടിച്ചു. നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. കിട്ടിയ ചാൻസാണ്, എപ്പോഴാ നഷ്ടപ്പെടാന്ന് പറയാൻ പറ്റൂല. നബി തങ്ങൾ പറഞ്ഞത് ഒന്ന് സലാം പറയാ, ഒന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറയാ. സലാം പറഞ്ഞു, വാർക്കാനും പറഞ്ഞു. അലൈക്കും അസ്സലാം. നിങ്ങളാരാ? ഞാൻ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമറാണ്. ആരാണ് നിങ്ങൾക്ക് എന്നെ കുറിച്ച് പറഞ്ഞു തന്നത്? ആരാണ് നിങ്ങൾക്ക് എന്നെ കുറിച്ച് പറഞ്ഞു തന്നത്? ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പറവുകൾ പോലെ, അങ്ങ് കടലാഴിയിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങൾ പോലും പാടിപ്പുകഴ്ത്തി സലാം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നിങ്ങളെ കുറിച്ച് എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. നിങ്ങളുടെ രൂപങ്ങളൊക്കെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരം താണ്ടിക്കൊണ്ട് നടന്നിങ്ങോട്ട് വന്നത്. അങ്ങനെ കണ്ടിട്ടൊന്ന് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം, ആവശ്യപ്പെടണമെന്ന് എന്റെ ഹബീബ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പായിക്കൊണ്ട് അങ്ങയെന്ന് കാണാനും അങ്ങയെന്ന് കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്ത് ദുആ വസിയ്യത്ത് ചെയ്താൽ എന്റെ വല്ലാത്ത ആഗ്രഹമായിരുന്നു. അൽഹംദുലില്ലാഹ്. ആരാ ഉവൈസ്? ഉവൈസ് ഒരിക്കലും നബി തങ്ങളെ കണ്ടിട്ടില്ല. നബി തങ്ങൾ ഒരിക്കലും ഉവൈസിനെയും കണ്ടിട്ടില്ല. പിന്നെ എന്താണ് ഇവർ ഇത്രയധികം ആത്മീയമായ ബന്ധം? ഉവൈസ് ഒരിക്കലും നബി തങ്ങളെ നേരിട്ട് കണ്ടിട്ടില്ല. നബി തങ്ങൾ ഒരിക്കലും ഉവൈസിനെയും കണ്ടിട്ടില്ല. പിന്നെ ആരാ ഉവൈസ്? യമനിൽ നിന്ന് മദീനയിലേക്ക് കച്ചവടത്തിന് പോയി മടങ്ങി വരുന്ന ആളുകൾ മദീനയിൽ നിന്ന് യമനുകാർ തിരിച്ചു വരുന്നുണ്ടെന്ന വിവരമറിഞ്ഞു കഴിഞ്ഞാൽ അവരെ കെട്ടിപ്പിടിച്ച് പരിണംബരം ചെയ്യുന്ന ഒരു മഹാനായ മനുഷ്യ സ്നേഹിയായിരുന്നു, പ്രവാചക സ്നേഹിയായിരുന്നു. മദീനത്തെ മണ്ണിനോട് പോലും വല്ലാത്ത സ്നേഹമായിരുന്നു. മദീനയിൽ നിന്ന് ആരെങ്കിലും യമനിലേക്ക് വരുന്നുണ്ടെന്നറിഞ്ഞാൽ മദീനയിൽ നിന്നാണല്ലോ ആ വരുന്നത്, അള്ളാന്റെ റസൂല് കിടക്കുന്ന ഭൂമിയിൽ നിന്നാണല്ലോ വരുന്നത് എന്ന് ഓർത്തുകൊണ്ട് ആ വരുന്നയാളെ കെട്ടിപ്പിടിച്ച് പരിണംബനം ചെയ്യാൻ മത്സരം കാണിക്കുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട ഉവൈസ് റളിയല്ലാഹു അൻഹു. ആ ഉവൈസ് ഒരിക്കലും നബി തങ്ങളെ കണ്ടിട്ടില്ല. വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു നബി തങ്ങളെ ഒന്ന് കാണാൻ. എന്തേ പോവാതിരിക്കാൻ കാരണം? നബി തങ്ങളെ കാണാതിരിക്കാൻ എന്തേ കാരണം? തനിക്ക് വാർദ്ധക്യത്തിലെത്തിയ ഒരു ഉമ്മയുണ്ടായിരുന്നു. ആ ഉമ്മയെ നോക്കാൻ, ആ ഉമ്മയെ പരിചരിക്കാൻ, ആ ഉമ്മക്ക് വെള്ളം കൊടുക്കാൻ, ആ ഉമ്മക്ക് കഞ്ഞി വെച്ച് കൊടുക്കാൻ, ആ ഉമ്മയുടെ ഡ്രസ്സുകൾ അരച്ചു കൊടുക്കാൻ, ആ ഉമ്മയുടെ മുറകുണക്കാൻ ഈ ഉവൈസ് എന്ന മകനല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് ആ ഉമ്മ ഇവിടെ വിഷമത്തിലാക്കി കടത്തിയിട്ട് ഞാൻ അള്ളാന്റെ റസൂലിനെ കാണാൻ വേണ്ടി പോയാ റസൂൽ ഒരിക്കലും എന്നോട് പൊറുക്കൂല, റസൂൽ ഒരിക്കലും അത് ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ടായിരുന്നു അങ്ങോട്ടേ പോകാത്തതെന്ന് എന്ന് ബഹുമാനപ്പെട്ട ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ചരിത്രത്തിൽ കാണാം. ആ ഉമ്മ കാരണമായിട്ടായിരുന്നു പോകാതിരുന്നത്. എന്നാ പിന്നെ മരിച്ചാൽ വഫാത്തിന് ശേഷവും ഇതുവരെ പോകാൻ സാധിച്ചിട്ടില്ല. റസൂലിനെ പ്രണയിച്ചു ഒരു ചെല്ലാക്കിളിവിങ്ങേരിതുമ്പിപ്പാട് പ്രേമ പിരീശത്താൽ മനം വിങ്ങി ഇതുമ്പിപ്പാടി ഷീഖിന്റെ ബദറായ റസൂലുള്ള പിരിഞ്ഞത് വിഷാദത്തിൽ മനം നീട്ടി കരഞ്ഞു പാടി. എന്റെ വ്യഥ ചൊല്ലാൻ ഇനിയാര് ഉലകിൽ ബാക്കി? എന്റെ വ്യഥ ചൊല്ലാൻ ഇനിയാര് ഉലകിൽ ബാക്കി? എന്റെ വ്യഥ ചൊല്ലാൻ ഇനി
ആര് ഉലകിൽ ബാക്കി. റസൂലുള്ളാഹി തങ്ങളെ കാണണമോ അവിടുത്തെ സ്വഹാബത്തിന്റെ നക്ഷത്ര തുല്യരായ അസ്ഹാബി കന്നജോ നക്ഷത്ര തുല്യരായ സ്വഹാബത്തുകളിൽ ഒരു നക്ഷത്രമാകാൻ തനിക്കും വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അതിന് കഴിഞ്ഞില്ല. നബി തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. പക്ഷേ എന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ ഉമ്മാനെ കഷ്ടപ്പെടുത്തിയിട്ട് ഞാൻ അങ്ങോട്ട് പോയാൽ അത് റസൂലുള്ളാഹി തങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ല. റസൂലുള്ളാഹി തങ്ങൾ ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. അതുകൊണ്ടാണ് അവിടേക്ക് പോകാൻ കഴിയാത്തത് എന്ന് ഉവൈസിന്റെ ചരിത്രത്തിൽ കാണാം. ആ ഉവൈസ് നബി തങ്ങളെ സ്നേഹിച്ചത് അപ്രകാരമായിരുന്നുവെങ്കിൽ ആ നബി തങ്ങൾ പരസ്പരം കാണാത്ത, നബി തങ്ങളും ഉവൈസും പരസ്പരം കണ്ടിട്ടില്ലാത്ത, അവർക്ക് പോലും പരസ്പരം സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ആ നബി തങ്ങളെക്കാൾ മറ്റൊരാളെയും നമ്മൾ സ്നേഹിക്കില്ല. സിനിമ ആക്ടർമാരെ സ്നേഹിക്കില്ല. സിനിമാ നടന്മാരെ, സിനിമാ പ്രൊഡ്യൂസർമാരെ, ഫിലിം സിംഗേഴ്സിന് അവരെയൊന്നും ആരാധരാക്കിക്കൊണ്ട് നമ്മൾ കൊണ്ടു നടക്കണ്ട. നമ്മൾ അവരുടെ വേഷമണിഞ്ഞുകൊണ്ട്, അവരുടെ മുടിയിൽ വരെ അവരുടെ സ്റ്റൈലൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ട്, വേഷവിധാനത്തിൽ വരെ അവരെ നമ്മൾ അനുവാദം ചെയ്തിട്ട് എന്തിനാ ഇവിടെ നമുക്ക് പടച്ചറപ്പിന്റെ തൃപ്തി കിട്ടുമോ? അവിടെ നമുക്ക് അള്ളാന്റെ റസൂലിന് തൃപ്തി കിട്ടുമോ? കിട്ടില്ല. നമ്മൾ സിനിമാ നടന്മാരെയല്ല സ്നേഹിക്കേണ്ടത്, ഫുട്ബോൾ പ്ലേയേഴ്സിനെയല്ല സ്നേഹിക്കേണ്ടത്, മറ്റേതു താരങ്ങളെയുമല്ല സ്നേഹിക്കേണ്ടത്. അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും റസൂലുമായിരിക്കണം നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ടത്. എന്നിട്ട് ആ അള്ളാന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ടിട്ട് നാളെ സുജൂദിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവാചകരെല്ലാവരും നഫ്സി 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 എന്ന് പറഞ്ഞുകൊണ്ട് നാളെ പരലോകത്ത് അന്ത്യനാളിൽ അള്ളാന്റെ ദർബാറിൽ വെച്ചുകൊണ്ട് ഓരോ പ്രവാചകന്മാരും എന്റെ ശരീരം, ഓരോ ആളുകളും എന്റെ ശരീരം, എന്റെ ശരീരം എന്ന് ആർത്തട്ടഹസിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഖൈറു ഖൽഖിൽ അംബിയാ ഉമ്മത്തിയാ ഉമ്മത്തിയാ ഉമ്മത്തി. റബ്ബേ എന്റെ ഉമ്മത്തിനെ രക്ഷ കൊടുക്കണമല്ല, എന്റെ ഉമ്മത്തിനെ സ്വർഗത്തിൽ കടത്തണമല്ല എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുജൂദിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ. ആ നബി തങ്ങളോട് അള്ളാഹു പറയും, ഇസ്ഫൈതു ശഫൈ നബിയേ മിൻ മദി. സുജൂദ് നിർത്തോ, ആ സുജൂദിൽ നിന്ന് എണീറ്റോ, എന്നിട്ട് ശഫാഅത്തിനെ ചോദിച്ചോ. ഞാൻ ശഫാഅത്ത് നൽകാൻ അങ്ങേക്ക് ശഫാഅത്തിനുള്ള അധികാരം തന്നിരിക്കുന്നു നബിയേ. ആ ശഫാഅത്തിൽ ഒരു കണ്ണിയാകാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും തുണക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദുആ ചെയ്തിട്ട് നമുക്ക് പിരിയാൻ മറുപടിയും പറയണ്ടോ? ഷാവറിന്റെ കാര്യം ഉണർത്താൻ വേണ്ടി പറഞ്ഞു. ഇന്നലെ ഓർമ്മിപ്പിച്ചതാണ്, ഇനി പറയേണ്ട കാര്യമല്ല. മദ്രസന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും കാര്യമായിട്ട് അതിലേക്ക് സഹായിച്ചുകൊണ്ടിരിക്കണം. അത് പണി പൂർത്തിയാകുന്നത് വരെ ചോദിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ പരമാവധി അതിലേക്ക് സഹായ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാഹു നമ്മുടെ എല്ലാ ധർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നബിദിനത്തോടനുബന്ധിച്ച് ഭക്ഷണ പരിപാടികളൊക്കെ എല്ലാവരും സഹായിക്കുന്നുണ്ടാകും എന്ന് വിചാരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا خالقا يا رازقا يا راج سيدا يا رحمان. സാധുക്കളാണ്, പാപികളാണ് റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ ഇരുത്തം ഖബൂൽ ചെയ്യണേ അല്ലാഹ്. റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് അവിടുത്തെ മദഹ് ഞങ്ങൾ അപദാനങ്ങൾ ഒരുപാട് വാഴ്ത്തി പറഞ്ഞു കേട്ടു സ്വലാത്ത് ചൊല്ലി എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ അത് കാരണമായിട്ട് നിബിതങ്ങളോടുള്ള മഹബ്ബത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നിബിതങ്ങളുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവിടുത്തെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസർ കുടിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും നീ ദൂരീകരിച്ചു തരണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ ആരോഗ്യം സലാമത്താക്കണേ റഹ്മാനേ. സന്തോഷത്തിലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവിധ ഖൈറിനും തൗഫീഖ് നൽകണേ അല്ലാഹ്.
അല്ലാഹുവേ ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഇരുലോക വിജയികളിൽ പെടുത്തണേ റഹ്മാനെ. ഈ ദുനിയാവിന്ന് മരിച്ചു പോകുന്ന ഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് പരിപൂർണ്ണ മുഅ്മിനായിക്കൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹുവേ ഞങ്ങളാക്കിയ ഞങ്ങളെ മാതാപിതാക്കള് ഗുരുനാഥന്മാരിൽ പലരും മണ്ണിനുള്ളിലാണ്, ഖബറിനുള്ളിലാണ്. റബ്ബേ നീ രക്ഷ കൊടുക്കണേ അല്ലാഹുവേ നീ രക്ഷ കൊടുക്കണേ അല്ലാഹുവേ നീ രക്ഷ കൊടുക്കണേ റബ്ബേ ഖബറിന്റെ എല്ലാവിധ അദാബുകളെ തൊട്ടവരെയും ഞങ്ങളേക്ക് നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ പള്ളിയുടെ ഖബറിസ്ഥാനിൽ മറവിട്ട് കിടക്കുന്ന സകല മുഅ്മിനീങ്ങളുടെയും ഖബർ നീ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാഹുവേ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ ഞങ്ങളുടെ ഉമ്മമാര് സഹോദരിമാര് രക്ഷിതാക്കള് പലരും ഒരുപാട് നേരമായിട്ട് മണിക്കൂറുകളായിട്ട് ഈ സദസ്സിൽ വന്നിരിക്കുന്നു. നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഒരിക്കലും പരാജിതരിൽ പെടുത്തല്ല നിബിതങ്ങളുടെ പേരിലുള്ള ഈ മജ്‌ലിസ് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ നിബിതങ്ങളുടെ ശഫാഅത്ത് സാധുക്കളായ ഞങ്ങൾക്ക് നൽകണേ അവിടുത്തെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം നൽകണേ നിങ്ങൾ നൽകുന്ന ഓരോ സംഭാവനകൾക്കും പള്ളികളിലേക്കും മദ്രസകളിലേക്കും നിബിധന പരിപാടികളിലേക്കും നൽകുന്ന ഓരോ സംഭാവനകൾക്കും അർഹമായ പ്രതിഫലം നൽകണേ അത് കാരണമായിട്ട് ഞങ്ങളെ കുടുംബത്തിന് ബർക്കത്ത് നൽകണേ ജീവിതത്തിന് ബർക്കത്ത് നൽകണേ മക്കളിൽ ബർക്കത്ത് നൽകണേ വഴിയിൽ വെച്ച് വഴികേടായി പോകുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ല തിന്മയുടെ ആളുകളാക്കി മാറ്റല്ല തെമ്മാടികളും പാതികളും ദോഷികളുമാക്കി ഞങ്ങളെ മക്കളെ നീ മാറ്റല്ല റബ്ബേ. കള്ളിന്റെയും കഞ്ചാവിന്റെയും ചീട്ടുകളുടെയും അടിമകളാക്കി ഞങ്ങളെ മക്കളെ വളർത്തല്ല ശൈത്താന്റെ കൂടെ സമയം ചെലവഴിക്കുന്നവരാക്കല്ല റഹ്മാനെ. സീരിയലും സിനിമയും കണ്ടിട്ട് സമയങ്ങൾ നഷ്ടപ്പെടുത്തുന്നവരിൽ ഞങ്ങളെ സാധുക്കളായ ഞങ്ങളെ ആരെയും ഉൾപ്പെടുത്തല്ല നിന്നെ മറക്കുന്ന മനസ്സ് ഞങ്ങൾക്ക് നൽകല്ല സദാസമയം നിന്നെ ഓർത്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തൗഫീഖ് നൽകണേ തൗഫീഖ് നൽകണേ അപകട മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ കഴിഞ്ഞ ആഴ്ച 10-ാം തീയതി 2 സഹോദരന്മാര് അപകടത്തിൽപ്പെട്ട് മരിച്ചു. ആഴ്ചകൾക്ക് മുമ്പാണ് അതേ വീട്ടിലെ 2 പെങ്ങന്മാര് ആഴ്ചകളുടെ വ്യത്യാസത്തിലാണ് മരിച്ചുപോയത്. അവരുടെ വിഷമം മാറുന്നതിന് മുമ്പ് തന്നെ 2 ആൺമക്കള് കൂടി മരിച്ചു പോകുമ്പോ അത്തരം ദുരവസ്ഥ ഞങ്ങൾക്ക് നൽകല്ല ആ മക്കൾക്കും ആ മാതാപിതാക്കൾക്കും സ്വർഗം കൊടുക്കണേ അല്ലാഹുവേ. ഒരു സഹോദരൻ തന്റെ ഭാര്യ പ്രഗ്നന്റായിക്കൊണ്ട് ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുന്നു. സുഖപ്രസവം നൽകണേ റഹ്മാനെ. ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നീ സുഖപ്രസവം കൊടുക്കണേ സലാമത്താക്കി കൊടുക്കണേ ഓപ്പറേഷൻ ഇല്ലാതെ സലാമത്തായിക്കൊണ്ട് സുഖപ്രസവത്തിലൂടെ സ്വാലിഹായ സന്താനത്തെ കൊടുക്കണേ അതുപോലെ ഗർഭവതികളായ എല്ലാ സ്ത്രീകൾക്കും സുഖപ്രസവം നൽകണേ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് മക്കളെ കൊടുക്കണേ ഇണകളെ പറയുന്നവർക്ക് ഇണകളെ കൊടുക്കണേ കടബാധ്യതകളെ കൊണ്ട് വരയുന്നവർക്ക് കടങ്ങളിൽ നിന്ന് മോചനം കൊടുക്കണേ പലിശയിൽ കുടുങ്ങിയവർക്ക് പലിശയിൽ നിന്ന് രക്ഷ കൊടുക്കണേ കള്ളിന്റെയും കഞ്ചാവിന്റെയും സകല ഹറാമിന്റെയും അടിമകളാക്കി ഞങ്ങളെ മാറ്റല്ല ഞങ്ങളെ നാട്ടില് ദീനിന്റെ ഇസ്സത്ത് നിലനിർത്തണേ അല്ലാഹുവേ. ദീനിന്റെ ഹാദിമീങ്ങളായി ജീവിച്ച് അവസാനം അഹ്ലുസ് സുന്നത്തിന്റെ ആളുകളായിട്ട് തന്നെ ഈ ലോകത്ത് നിന്ന് ഞങ്ങളെ മരിപ്പിക്കണേ റബ്ബേ. നീ ഞങ്ങളെ നല്ല ജീവിതവും നല്ല മരണവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ മാതാപിതാക്കൾക്ക് ഗുരുനാഥന്മാർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ. അതുപോലെ തന്നെ ഞങ്ങളെ നാട്ടിലുള്ള ആളുകളുടെ പലവിധ ജോലികൾ ചെയ്യുന്ന കൂലിപ്പണിയെടുത്തും നാട്ടിലും വിദേശത്തുമൊക്കെയായിട്ട്